എല്ലാവരും ബുക്കും പേപ്പറും ഒക്കെ പിടിച്ച് സംശയം കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സെക്ഷൻ ലാസ്റ്റ് ഉണ്ടായിരിക്കും. അതിന്റെ മുന്നേ മാം എടുക്കുന്ന ക്ലാസ് ഒരു ടീച്ചറുടെ മുന്നിൽ ഇരിക്കുന്ന പോലെ എല്ലാവരും ഇരുന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. നമുക്ക് സംശയം ചോദിക്കാൻ ലാസ്റ്റ് സെഷനിക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് സംശയം ചോദിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ ഫ്ലോ പോവും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ആരും അൺമ്യൂട്ട് ചെയ്യാണ്ട് മാമിന്റെ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഇരുന്ന് കേൾക്കാം. അപ്പൊ മാം വെൽക്കം മാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഈ കീടത്തെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പോഴൊന്നും പറഞ്ഞു തീരൂല. അത് നമ്മുടെ മനുഷ്യന്റെ കാര്യം തന്നെ എടുക്കണം. മനുഷ്യന് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ എല്ലാം രോഗങ്ങൾ ഉണ്ടാവും ഇല്ലേ? വേദന, അതുപോലെ ഡീക്കേയിങ്, അതേപോലെ തന്നെയാണ് ചെടികൾക്കും. ചെടികൾക്ക് കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ന്യൂട്രീഷൻ. സെക്കൻഡറി എന്ന് നമുക്കറിയാം, ഒരു ചെടിക്ക് വേണ്ടത് പ്രധാനമായിട്ടും പ്രൈമറി ന്യൂട്രിയൻ, സെക്കൻഡറി ന്യൂട്രിയൻ, അതുപോലെ തന്നെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻ. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ തിരഞ്ഞെടുമാണ് പ്രൈമറി ന്യൂട്രിയൻ. അതാണ് നമുക്ക് എപ്പോഴും അറിയാവുന്ന NPK, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. രണ്ടാമത്തതാണ് കാൽസ്യം, മഗ്നീഷ്യം, സൾഫറും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാൽസ്യം. അപ്പോൾ ഈ കാൽസ്യം എന്നുള്ള ഒരു മൂലകം നമ്മളുടെ ചെടികളിൽ കുറഞ്ഞാലാണെങ്കിൽ ഏറ്റവും പ്രധാനം ആ ഒരു ചെടിയുടെ കോശ ഭിത്തിക്ക് ദൃഢത നഷ്ടപ്പെടും. അതായത് അത് സോഫ്റ്റ് ആകും. അതാണ് അതിലെ ഏറ്റവും വലിയ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് കീടങ്ങളെ ആക്രമിക്കുന്ന ഏറ്റവും പ്രധാന കാരണം. കാരണം അതിൻ്റെ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ആ തണ്ടുകൾക്ക് അത് കാഠിന്യം നഷ്ടപ്പെടുന്നത്, അത് സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാൽസ്യം ആദ്യം നമ്മൾ ഏത് കൃഷി തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ കാൽസ്യം ചെടികളിൽ കൊടുക്കണം എന്ന് പറയും. കാൽസ്യം കൊടുക്കുക എന്ന് പറയുന്നതിന് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, നമ്മൾ pH ബാലൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ pH ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏത് കൃഷി തുടങ്ങുന്നതിന് മുൻപും നമ്മൾ ആദ്യം വേണ്ടതാണ് pH ബാലൻസ് ചെയ്യുക. അപ്പോൾ pH ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന pH ബൂസ്റ്റർ ആണ്, അതായത് കാൽസ്യം കാർബണേറ്റ് ചേർന്ന pH ബൂസ്റ്റർ. ഈ pH ബൂസ്റ്റർ ആദ്യമേ തന്നെ ഒരു ഏറ്റവും കുറഞ്ഞ 3.5 കിലോ എങ്കിലും വെച്ച് കൊടുക്കുക. ഇവന് നമ്മളിപ്പോൾ ഒരു ഗ്രോ ബാഗിലോ അതല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലോ ഒക്കെയാണ് നമ്മൾ നടണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ pH ബൂസ്റ്റർ ഒരു 50 ഗ്രാം തൊട്ട് 100 ഗ്രാം ഇട്ട് കൊടുത്തിട്ട് വേണം ഏറ്റവും ആദ്യം തന്നെ ഈ കീടങ്ങൾ വരാതിരിക്കാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ pH ബാലൻസ് ചെയ്യുന്ന കീടങ്ങൾ നിയന്ത്രണത്തിനും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഉപകാരപ്രദമായുള്ള പ്രാണികളുണ്ട്, ഉപദ്രവകാരികളായ പ്രാണികളുണ്ട്. കീടം എന്ന് പറയുന്നത് നമുക്ക് ഉപദ്രവകാരികളായ പ്രാണികളാണ്. ഈ ഉപദ്രവകാരികളായ കീടങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമിതമായ നമ്മൾ രാസവളത്തിൻ്റെ കുറേ കീടനാശിനികൾ ഉപയോഗിച്ച് ഈ കീടങ്ങൾക്ക്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഉപദ്രവകാരികളായ പ്രാണികൾ, അവർക്ക് റെസിസ്റ്റിംഗ് പവർ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്താലും ഇതുങ്ങൾ നശിച്ചു പോകാത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതുങ്ങൾക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരേ കീടത്തിനെതിരെ ചിലപ്പോൾ പലതരത്തിലുള്ള കീടനിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രാണി ഒരു ചെടിയെ ആശ്രയിക്കുന്നത് ഒന്നുകിൽ ആഹാരത്തിനാകാം, അതല്ലെങ്കിൽ പാർപ്പിടത്തിനാകാം, അതല്ലെങ്കിൽ വംശവർദ്ധനവിനായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഒളിച്ചിരിക്കാനൊക്കെ ആകാം. പക്ഷേ ഇതിലാകെപ്പാടെ ആ ചെടിയുടെ തണ്ടോ ഇലയോ മറ്റു ഭാഗങ്ങളോ ആ പ്രാണി ആഹരിക്കുമ്പോൾ മാത്രമാണ് അതൊരു കീടമായി മാറുന്നത്. മറ്റ് എന്ത് ചെയ്താലും നമുക്ക് അതിനെക്കൊണ്ട് ദോഷമില്ല. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നമ്മൾ നോക്കിയാൽ കാണാം, ചില ഇലകൾ ഒരു കീടാക്രമണങ്ങളും കാണത്തില്ല, എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പാണൽ എന്നൊക്കെ പറഞ്ഞ് അല്ലേ, പല ചെടികളുടെ ഇലകളിൽ ഒരു കീടങ്ങളും ആക്രമിക്കാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല റെസിസ്റ്റിംഗ് പവറുള്ള ഇനം ചെടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഹരിക്കാനായിട്ട് വരുന്ന പ്രാണികൾ എപ്പോഴും ചെടികളുടെ രുചി മണവും നോക്കിയിട്ടാണ് വരുന്നത്. അപ്പം ഇതേപോലെ ഏതെങ്കിലും ഒരു ചെടിയെ നമ്മൾ കാണുവാണെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള കീടാക്രമണങ്ങളും ഇല്ലാത്ത ഒരു ചെടിയാണെങ്കിൽ ആ ചെടിയുടെ ഇല നമ്മളെടുത്ത് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊണ്ടുപോയി നമ്മളുടെ കീടാക്രമണം വരുന്ന ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടാക്രമണം ഒരു പരിധി വരെ വരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനെ വ്യത്യാസം വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പം അത് ഒരു മെത്തേഡായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം പിന്നെ കീടങ്ങൾ വരാതിരിക്കാനും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഈ കീടങ്ങളുടെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട് പലത്, എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ വഴുതനയ്ക്കാണേലും തക്കാളി ആണേലും പച്ചക്കറികൾക്കാണേലും അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഏത് സാധനത്തിനും നെല്ലിനാണേലും ഒക്കെ കീടാക്രമണം കുറഞ്ഞ ഇനം ഉണ്ട്. അത് തിരഞ്ഞെടുത്ത് നമ്മൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാര്യം സമയബന്ധിതമായി, അതായത് ഈ കീടങ്ങൾ കൂടുതലുള്ള സമയമുണ്ട്, കുറവുള്ള സമയമുണ്ട്, സീസൺ. ആ സീസൺ നോക്കി നമ്മൾ കൃഷി ചെയ്യുക. അപ്പോഴും നമുക്ക് കീടാക്രമണത്തിൽ നിന്ന് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കറിയാം പലതരം കെണികളുണ്ട് ഇല്ലേ, ഒത്തിരി ഇനം കെണികളുണ്ട്. ഈ കെണികളെല്ലാം നമുക്ക് ഒരു പരിധിവരെ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കെണികളെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ തുളസിക്കെണിയുണ്ട്, പഴക്കെണിയുണ്ട്, അതോടൊപ്പം തന്നെ പിന്നെ ഫെറമോൺ കെണികളുണ്ട്, അതുപോലെ തന്നെ കള്ള് കെണിയുണ്ട്, പഴങ്കഞ്ഞി വെള്ളത്തിൻ്റെ കെണിയുണ്ട്, ഒരുപാട് കെണികളുണ്ട്. വിളക്ക് കെണിയുണ്ട് ഇല്ലേ, അതുപോലെ തന്നെ സ്റ്റിക്ക് മഞ്ഞക്കെണിയുണ്ട്, നീലക്കെണിയുണ്ട്, അതുപോലെ തന്നെ ഈ ചില പൂക്കളുണ്ട്, ബന്ദിപ്പൂ അതുപോലത്തെ ഒക്കെ, അത് നമ്മൾ അതുപോലെ തന്നെ ആവണക്ക്, അങ്ങനെ പലതരത്തിലുള്ള കെണികളെ വെച്ചിട്ട് നമുക്ക് ചെടികളെ ഈ കീടങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുക. ഇതൊക്കെ വളരെ പ്രായോഗികമായി നമ്മൾ ചെയ്യുന്ന, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അനായാസമായിട്ട് ചെയ്യാൻ പറ്റിയ രീതികളാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് രൂക്ഷഗന്ധമുള്ള ചെടികളെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെണ്ടുമല്ലി ഈ നമ്മളുടെ ക്രോപ്പിൻ്റെ ഇടയ്ക്ക് ഓരോന്നോരോന്ന് ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരേ തരം വിള അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മറ്റ് ബഹുവിളകൾ, ഇടയ്ക്കിടയ്ക്ക് വേറെ വിളകളും കൂടി വെച്ച് കൊടുത്താലും കീടാക്രമണം, അതായത് ഒരു കീടം ഒരേ തരം ചെടിയിലായിരിക്കും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. അപ്പം അത് വീണ്ടും അതിന് പറ്റിയ വേറൊരിടത്തിൻ്റെ അവിടെ തന്നെ അത് സസ്റ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടകലർത്തി വെച്ചാൽ തന്നെ ഒരു പരിധിവരെ കീടങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് നമുക്ക് ഈ നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക് പക്ഷികളെ, ചില ഉപ്പൻ, അതുപോലെ ഓന്ത്, അതുപോലത്തെ ചില ഇതുകളുണ്ട്, അവരെ നമ്മൾ ആകർഷിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. ചിലപ്പോൾ പക്ഷികൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം. അതുപോലെയൊക്കെ ഒരുപാടുണ്ട്, കുഞ്ഞ് പക്ഷികളുണ്ട്, അതുങ്ങൾ ഈ കീടങ്ങളെ കുറേ കൊത്തി നശിപ്പിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് രീതികൾ അവലംബിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചലനശേഷി ഇല്ലാത്ത കീടങ്ങളുണ്ട് ഇല്ലേ, ചിലതൊക്കെ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറന്നു പോലെ ചാടിപ്പോകും. അതല്ലാത്ത കീടങ്ങളുണ്ട്, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ പിടിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുക ഒരു പരിധി വരെ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് നമ്മളുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ആദ്യം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഇപ്പം തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കറിയാം ഏലം, അതുപോലെ തന്നെ വാഴ, അങ്ങനെ പല മറ്റേ വഴുതന, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ തണ്ടുതുരപ്പൻ എന്ന് പറയുന്നത്, അതായത് ആ തണ്ടിലേക്ക് കയറി തുരന്നു പോകും. അതിനെ നമുക്ക് പുറത്തുനിന്ന് കാണാനോ പുറത്തുനിന്ന് അതിനെ കൺട്രോൾ ചെയ്യാനോ സാധിക്കത്തില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ അതിൻ്റെ ആക്രമണം അതിൻ്റെ അടിഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് മറ്റുള്ള അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ആ പ്രാണി ഉണ്ടായിരിക്കും, ആ കീടം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നശിപ്പിച്ച് കളയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള കൃഷിക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പാവല് പടവലം അതുപോലത്തെ ചില കാര്യങ്ങൾ, അങ്ങനത്തെ പന്തൽ കൃഷി ചെയ്യുന്ന പല പച്ചക്കറികളുണ്ട്, അതിനൊക്കെ കീടാക്രമണം കായ്ച്ച പോലുള്ളതൊക്കെ വരുവാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ആദ്യത്തെ ഈ പൂക്കളിൽ നിന്ന് പരാഗണത്തിന് ശേഷം കവറിട്ട് സൂക്ഷിക്കുക. അതും കീടങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ നമുക്കറിയാം ഈ മാമ്പഴത്തിന് ഉണ്ടാകുന്ന കായ്ച്ചകളുണ്ട് ഇല്ലേ. മാമ്പഴ കായ്ച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് പൂവായിരിക്കുമ്പോൾ, മാവിൻ്റെ പൂവായിരിക്കുമ്പോൾ തന്നെ ആ കീടങ്ങളിൽ ഈ തേയില കൊതുക് പോലുള്ള കായ്ച്ചകൾ മുട്ടയിട്ടിട്ട് ശരിക്കും അത് അവിടെ കിടന്ന് ഇങ്ങനെ വളർന്ന് ശരിക്കും അതിൻ്റെ മാങ്ങയുടെ അണ്ടിയുടെ അകത്ത് അത് വളർന്നു വരും. മാങ്ങ പഴുക്കുമ്പോഴായിരിക്കും അത് എന്താ പറയുക, മാങ്ങയുടെ ഫ്ലഷ് തിന്ന് ആ മാങ്ങ നശിപ്പിക്കും.
അങ്ങനെയുള്ള കീടങ്ങളുണ്ട്. അങ്ങനെയുള്ള കീടങ്ങളെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ നശിപ്പിച്ചതും അതുപോലെ തന്നെ അങ്ങനെ നശിപ്പിച്ച് നിലത്ത് കിടക്കുന്നതും അതുപോലെ മരത്തിലുള്ളതും ആയ എല്ലാ മാങ്ങകളെയും അതല്ലെങ്കിൽ അങ്ങനത്തെ കായ്ച്ച ശല്യം വരുത്തുന്ന ഇപ്പം മാങ്ങ തന്നെയല്ല, നമുക്ക് പടവലം ഉണ്ട്, പാവലുണ്ട്, അങ്ങനത്തെ പലതിലും ഉണ്ട്. അങ്ങനത്തെ ഇതിലേക്ക് അതെല്ലാം നമ്മൾ എടുത്ത് നശിപ്പിച്ച് കളയുക. അത് അവിടെ ഇവിടെ അലസമായിട്ടിടാതെ അതിനെ നശിപ്പിച്ച് കളയുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫെറമോൺ കെണികളുണ്ട്. ഫെറമോൺ കെണികൾ വാങ്ങാൻ കിട്ടുന്നതുണ്ട്. അതല്ലാതെ നമുക്ക് ശരിക്കും ഒരു കെണി വളരെ എഫക്റ്റീവാണ് ഇതിന്. തുളസി കെണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളസി ചതച്ച് പിഴിഞ്ഞ ജ്യൂസ്, ആ നീരിനകത്ത് നമുക്ക് ഒന്നുകിൽ ഇച്ചിരി മാലത്യോൺ ഇടാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടിച്ച് ആ ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഏതോ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ ഏതാ ഇടേണ്ട. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇത് തുളസി ചതച്ച് പിഴിഞ്ഞ ജ്യൂസ് എടുക്കുക, അതിനകത്തേക്ക് ഇത് കുറച്ച് പൊടിച്ചിടുക, അവിടെ ഇവിടെയൊക്കെ ഒന്ന് തൂക്കിയിടുക. അത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്ത് അതിലേക്ക് വരും, അത് അവിടെ കിടന്ന് ചാകും. ഇതുമെല്ലാം കീടങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന മാർഗമാണ്. അതേപോലെ തന്നെ നമുക്ക് ആന്തൂറിയം ചെടിയില്ലേ, അതേപോലെ ഈ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയുണ്ട്, സ്പാത്തിഫില്ലം എന്നാണ് അതിൻ്റെ പേര്. കണ്ടു കാണുമായിരിക്കും എല്ലാവരും. അതായത് ആന്തൂറിയത്തിൻ്റെ ഇല ഇച്ചിരി ഇങ്ങനെ ആലിലയുടെ ഷേപ്പാണല്ലോ, മറ്റത് കുറച്ചുകൂടി നീണ്ടിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ പൂ വെളുത്തിരിക്കും, വെള്ളപ്പൂ. ആ ചെടി വീടുകളിൽ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ അതിൽ ഭയങ്കര, അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പൂ വിരിഞ്ഞാൽ 10 ദിവസത്തോളം ആ പൂ വിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. മാത്രമല്ല ആ 10 ദിവസവും ഈ കായ്ച്ചകളെ അത് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കായ്ച്ചകളെ നമ്മൾ നോക്കുമ്പോൾ ഒരു കവർ ഇട്ട് മൂടി ആ കവർ എടുത്ത് നമുക്ക് ആ കായ്ച്ചകളെ നശിപ്പിക്കാം. ആ ചെടിയുടെ പേരാണ് സ്പാത്തിഫില്ലം. അപ്പോൾ അതും നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മാർഗമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു മാർഗം, വൈകുന്നേരങ്ങളിൽ നമ്മൾ ചെടിയുടെ ചോട്ടിൽ, അതോടെ ഏറ്റവും ചോട്ടിലല്ല, കുറച്ച് മാറ്റി പുകയിടണം. പുകയിടുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കരിയില കത്തിക്കുകയല്ല, ചെറിയ രീതിയിൽ പച്ചിലകളെല്ലാം കൂട്ടിയിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെയൊക്കെ ചില ചെടികളുണ്ട്, ശവനാറിപ്പൂ എന്നൊക്കെ പറയും, അങ്ങനത്തെ ചെടികളുടെയൊക്കെ ഇലകൾ ഇട്ട് നമ്മൾ ചെടി അവിടെ നിന്ന് പുകയ്ക്കുക, വൈകുന്നേരങ്ങളിൽ പുകയ്ക്കുക. പുകച്ചാൽ ഈ വൈകുന്നേരങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും ആക്രമണം ഉള്ളത്. ആ സമയങ്ങളിൽ ഇങ്ങനെ പുകച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആക്രമണ വിധേയമായ മാവിൻ്റെയൊക്കെ മാങ്ങയും അതുപോലെ തന്നെ മരത്തിലുള്ള നിറയെ പുഴുവൊക്കെ ഉള്ളതിനെ നമ്മൾ അലസമായി ഇടാതെ, അത് ഏറ്റവും പ്രധാനം. അതിനെ അവിടെ എവിടെയെങ്കിലും കൊണ്ട് നശിപ്പിച്ച് കളയുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ നിലത്തപ്പോൾ അതിൻ്റെ പ്യൂപ്പ ലാർവ സ്റ്റേജ് ഉണ്ടാവും, മനസ്സിലായി? അപ്പോൾ അത് വേനൽക്കാലത്ത് ഒന്ന് കിളച്ച് കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ കിളച്ചിടുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പക്ഷികളോ അല്ലെങ്കിൽ ഓന്ത് പോലത്തെ സാധനങ്ങളോ ഇതിനെ വന്ന് എടുത്ത് തിന്നുകൊണ്ട് പോകും. മാത്രമല്ല നല്ല വെയിലുള്ളപ്പോൾ ഇതിനെ നശിച്ചു പോകാനും ഇത് ഇടയാകും. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് കീടങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ കൺട്രോൾ ചെയ്യാനല്ലാതെ ഇതിനെ നശിപ്പിക്കുന്ന രീതികൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ കീടം വരുന്നതാണ് ഇലപ്പേൻ, അതേപോലെ തന്നെ എഫിഡുകൾ, അതേപോലെ മുഞ്ഞ, അങ്ങനെ കുറേ ഇല ചുരുട്ടി പുഴുക്കൾ, ഇതുപോലെയുള്ള ഒരുവിധം എല്ലാത്തിനും കീടങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ. അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിച്ച് വേണേൽ ഒന്നും കൂടി പറയാം. അതായത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷന് 20 ഗ്രാം നമ്മുടെ വെളുത്തുള്ളി പൊളിച്ച് അതിൻ്റെ ചതച്ച് പിഴിഞ്ഞ ജ്യൂസ് എടുക്കണം. 20 ഗ്രാം എടുക്കുക. അതോടൊപ്പം തന്നെ 20 ml വേപ്പെണ്ണ അതും എടുക്കുക. പിന്നെ നമുക്ക് ഒരു 5 ml നമ്മുടെ ഡിഷ് വാഷ് എടുക്കുക. ആദ്യം തന്നെ വേപ്പെണ്ണയും ഡിഷ് വാഷും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ആ കിട്ടുന്ന ആ സൊല്യൂഷനിലേക്കാണ് നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയുടെ ജ്യൂസ് ഒഴിക്കുക. എന്നിട്ട് ഇത് ഈ അളവിലുള്ളതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഈ ഒഴിച്ച വെള്ളം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ എല്ലാത്തിൻ്റെ ഇലകളിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമുള്ള എല്ലാ കീടങ്ങൾക്കെതിരെ ഇത് ഒരെണ്ണം നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേപ്പ് കുരു സത്ത്. വേപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ വേപ്പെണ്ണയും വേപ്പും കുരുവും വേപ്പധിഷ്ഠിതമായ ഏതാണേലും നമുക്ക് കീടങ്ങളെ അകറ്റാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു ഉപാധിയാണ്.
വേപ്പൻ കുരു സത്ത് അറിയാമായിരിക്കുമല്ലോ. അത് 50 ഗ്രാം വേപ്പിൻ്റെ കുരു ഇന്ന് വെള്ളത്തിലിടുകയാണ്. എന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞല്ലേ നാളെ നമ്മളത് ഞെരടി പിഴിഞ്ഞ് അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തും കുറച്ച് സോപ്പ് ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് കുറച്ചെന്ന് പറഞ്ഞാൽ 5 ml ഇടാം. 5 ml സോപ്പ് കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ തളിച്ചു കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ ഇപ്പോൾ എലികൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എലികളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ശീമക്കൊന്നയുടെ ഇല അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അരച്ചിട്ട് അത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉണക്കിയിട്ട് അത് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് അവിടെ ഇവിടെയും വെച്ച് കഴിഞ്ഞാൽ എലി അത് തിന്നുകയും അത് എലികൾ ചത്തുപോവുകയും ചെയ്യും. അത് വളരെ നല്ല ഒരു ഇതാണ്. പിന്നെ പല ധാന്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. സൂക്ഷിച്ച് വെക്കുന്നതിൽ കീടങ്ങൾ വരാതിരിക്കാൻ ആത്തച്ചക്ക അതിൻ്റെ കുരു നമ്മൾ പൊടിച്ചിട്ട് ഇതേപോലെ കിഴിയാക്കിയിട്ട് ഈ ചെടികളുടെ നമ്മുടെ ധാന്യങ്ങളുടെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കീടം വരത്തില്ല. വെളുത്തുള്ളി എംഎൽഷൻ ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ ഒരു 80 ml എടുക്കുക. അതോടൊപ്പം തന്നെ ആവണക്കെണ്ണ ഒരു 20 ml എടുക്കുക. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഒരു 120 ഗ്രാം. ഇത്രയും സാധനത്തിനകത്ത് ഒരു സോപ്പല്ലേ ഡിഷ് വാഷ് ഒരു 6 ml അല്ലെങ്കിൽ 6 ഗ്രാം എടുക്കുക. ഇത് 6 ലിറ്റർ വെള്ളം എടുക്കാം. ഇത്രയും എടുത്തിട്ട് 6 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള കീടങ്ങളൊന്നും നമ്മുടെ ചെടികളെ ആക്രമിക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക ആര്യവേപ്പിൻ്റെ ഇല അതൊരു 100 ഗ്രാം എടുക്കണം. അതെന്നാ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് ഒരു 5 ലിറ്റർ വെള്ളം 100 ഗ്രാം എടുത്താൽ ഒരു 5 ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. ആ തിളപ്പിച്ച് കിട്ടുന്ന ആ സൊല്യൂഷൻ നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം കുറേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന കീടം എന്നൊന്നുമില്ല. പല കീടങ്ങൾക്കും പല രീതിയിലുള്ള ഇത് തന്നെ പലതും പലതായിട്ട് മാറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം മാറും. ഇനിയിപ്പം നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഏറ്റവും പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്ന ഒന്നാണ് ഈ മാവ് പൂക്കുമ്പോൾ അതിൻ്റെ തളിരിലകൾ ഇല്ലേ, തളിരിലകൾ മൊത്തം ഇത് ഇലമുറിയൻ വണ്ടുകൾ, അതൊരു പ്രത്യേകിച്ച് ഓരോ വണ്ടുകളാണ്. ഈ വണ്ടുകളൊന്നും ആക്രമിക്കുന്നു. അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇത് മാവില ഇങ്ങനെ അതിൻ്റെ കുറച്ച് തുടക്കത്തിന് മുമ്പ്, അതായത് ഇങ്ങനെ പയ്യെ ആയി വരുന്ന സമയം, ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ. അപ്പം നമ്മൾ പാൽക്കായം ഉണ്ട്. അപ്പോൾ പാൽക്കായം ഒരു 1 ലിറ്ററിലേക്ക് വരുവാണെങ്കിൽ 5 ഗ്രാം എടുക്കുക. അതിനകത്ത് ഒരു 5 ml നമ്മുടെ ഡിഷ് വാഷും അതോടൊപ്പം തന്നെ ഒരു 5 ml വേപ്പെണ്ണ, ഇത് 3ഉം കൂടി സ്പ്രേ ചെയ്ത് അത് നമ്മൾ 2 ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. 2 ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ ആ 2 ആഴ്ചക്കിടയിൽ ഒരു 3 തവണയെങ്കിലും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരത്തില്ല. ഇനി ഇത് വന്നെന്ന് ഓർത്തോ, നമ്മളിത് കണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഗ്രീൻ ഗാർഡിയനാണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത അത് മുഴുവൻ ഞാൻ ഇപ്പം തന്നെ പറയാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജീവി നമുക്ക് കാണാൻ പറ്റൂലായിരിക്കും, പക്ഷെ ചെറിയ ജീവികളെ കൊണ്ട് നമ്മളുടെ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് ജൈവിക കീട നിയന്ത്രണ മാർഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ പലതരം കീടങ്ങളുണ്ട്. ചിലത് ഈ ചെടിയിലെ നീര് ഊറ്റി അത് അനങ്ങത്തില്ല, അവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ സൊല്യൂഷനായിട്ട് ദ്രാവക രൂപത്തിലുള്ള ചെടിയുടെ ഇതിൻ്റെ നീര് ഊറ്റി കുടിച്ചിട്ട് അത് വളരും. ആ ചെടിയുടെ ഉണക്കിക്കളയും, അതിൻ്റെ ഡീഹൈഡ്രേഷൻ വന്ന് ഉണങ്ങിപ്പോകുന്ന ഇനമുണ്ട്. ചില കീടങ്ങൾ എന്താ ചെയ്യുന്നത്, അതുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടെ ഇല മുറിച്ച് താഴെ ഇടുന്നു കൊടുക്കുന്നു. വേറെ ചിലതോ ആഹരിച്ച് അത് തിന്നിട്ട് അവിടെ ഇവിടെ തുളയാക്കി വരുന്നു. വേറെ ചിലത് ഈ ഇലയുടെ ഹരിതകം തിന്ന് ഒരു പാമ്പഴയുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇഴഞ്ഞെഴയുന്ന അവിടുത്തെ എല്ലാം ഹരിതകം തിന്ന് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഇനം. പിന്നെ ചിലതാണ് തണ്ട് തുറന്നുകൊണ്ട് ചില ജലജീവികൾ ഇങ്ങനെ വെട്ടിക്കളയും. നമ്മൾ ആദ്യമേ തന്നെ ചെടീനെ കൊണ്ട് ഒരു കുഞ്ഞു ചെടി ആയിരിക്കുമ്പോൾ തന്നെ ആ ചെടികളെ വെട്ടി കളയുന്ന കീടങ്ങളുണ്ട്. അങ്ങനെ ഒരു ചെടിയെ പല രീതിയിൽ ഉപദ്രവിക്കുന്ന പല ഇനത്തിലുള്ള കീടങ്ങളുണ്ട്. അപ്പോൾ ഓരോ കീടങ്ങളും നമുക്കറിയാം പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക്
എന്താ ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് ജൈവിക കീടനിയന്ത്രണ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ പറയുന്നത് ചെടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിന്ന് നശിപ്പിക്കും. അതൊരു തരം പുഴുക്കളാണ് അല്ലേ. പുഴുക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെടികളിൽ പച്ച കളറിലുള്ളുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി മുഴുവനും രോമങ്ങളുള്ള ഇനമുണ്ട്. പിന്നെ ചില വണ്ടുകളുണ്ട്. അതേപോലെ തന്നെ ചില ചാടി പോകണം പുൽച്ചാടികൾ പോലത്തെ സാധനങ്ങളുണ്ട്. ഇതുപോലത്തെ പല തരം കീടങ്ങൾ ഇതുപോലെ ഇലകളുടെ ഹരിതകം തിന്നുകയും അതുപോലെ ഇലകളെ തിന്നുകയും അതുപോലെ തണ്ടുകളെ തിന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തണ്ടുകളെ തിന്നുകയും ചെയ്യുന്ന ഇതുങ്ങളുടെ ഈ ജീവികളുടെ ആമാശയത്തിൽ കയറിയിട്ട് അവയ്ക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചില കുമിളുകളുണ്ട്. ആ ഫംഗസുകളെ കുറിച്ചാണ് നമ്മൾ. ഇതാണ് SPC ഗ്രീൻ ഗാർഡിയൻ. ഈ SPC ഗ്രീൻ ഗാർഡിയൻ എന്ന് പറയുന്ന ഈ ജൈവിക ഒരു ജീവിയാണ്. ഞാൻ പറയുന്നത് ഫംഗസാണ്, മിത്ര ഫംഗസാണ്. ഈ മിത്ര ഫംഗസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ശത്രുക്കളായിരിക്കുന്ന കീടങ്ങളുടെ മേത്ത് കയറി അതിൻ്റെ മേത്ത് വീഴുമ്പോൾ മേത്ത് കയറിയിട്ട് ശരീരത്തിനുള്ളിൽ കയറിയിട്ട് അതിൻ്റെ ആമാശയത്തിൽ കയറി അതിനെ ആഹരിച്ച് അതിന് അസുഖം വരുത്തുന്നത് മാത്രമല്ല അതിൻ്റെ ഗണത്തിൽപ്പെട്ട മറ്റുള്ളവയ്ക്ക് ഈ രോഗം അതുങ്ങൾക്കും കൂടി ഇതിനെ പടർത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ മൊത്തത്തിലെ അതിനെ നശിപ്പിക്കും. ഇത് ഇങ്ങനെയുള്ള ജൈവിക നിയന്ത്രണങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ SPC ഗ്രീൻ ഗാർഡിയൻ. ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ രോഗങ്ങൾ വരുത്തുന്ന ശരിക്കും പറഞ്ഞാൽ ഈ ചെമ്പൻ ജെല്ലി എന്ന് പറഞ്ഞാൽ കൊമ്പൻ ജെല്ലിയുണ്ട്, ചെമ്പൻ ജെല്ലിയുണ്ട്. കൊമ്പൻ ജെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടയിടുന്നത് ചാണകക്കുഴികളിലോ അതൊക്കെ ജൈവാംശമുള്ള സ്ഥലത്തായിരിക്കും. എന്നാൽ ചെമ്പൻ ജെല്ലി മുട്ടയിടുന്നത് തെങ്ങിൻ്റെ അകത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഈ തെങ്ങിൻ്റെ അകത്ത് തന്നെ മുട്ടയിടുന്ന ഈ ചെമ്പൻ ജെല്ലിയുടെ പുഴുക്കളെ അതിൻ്റെ ചെല്ലിനെയല്ല ചെല്ലിയുടെ പുഴുക്കളെ ഇതുപോലെ ആമാശയത്തിൽ രോഗം ഉണ്ടാക്കി കൊല്ലാനായിട്ട് പറ്റുന്ന ഒന്നാണ് നമ്മുടെ SPC ഗ്രീൻ ഗാർഡിയൻ. അതോടൊപ്പം തന്നെ വേരുതീനി പുഴുക്കളുണ്ട്. എല്ലാ ചെടികളുടെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ് വേരുകൾ തിന്നുക. വേര് തിന്നു കഴിഞ്ഞാൽ തന്നെ ചെടി വളരത്തില്ല ഇല്ലേ. ശരിക്കും ഇന്ന് വേറെ ഒരാൾ പറഞ്ഞായിരുന്നു തെങ്ങിന് മുഴുവൻ വേരുതീനി പുഴുക്കൾ വന്നിട്ട് തിന്നോണ്ട് പോവുക. അപ്പോൾ പലതരത്തിലുള്ള ഈ മണ്ണിൽ വളർന്നിട്ട് വേരുകളെ തിന്ന് നശിപ്പിക്കുന്ന ചില ജീവികളുണ്ട്, പുഴുക്കൾ പോലെ ഇരിക്കും. അതുങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് SPC ഗ്രീൻ ഗാർഡിയൻ. അതോടൊപ്പം തന്നെ ചില വണ്ടുകളുണ്ട്, സുന്ദരി വണ്ട്, പിന്നെ പലതരം വണ്ടുകൾ. ഇവയ്ക്കെതിരെ മുഞ്ഞ അറിയാമല്ലോ. മുഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പയറിനകത്തൊക്കെയുള്ള ഒരു കീടം മുഞ്ഞ, കറുത്ത് അത്. പിന്നെ അതുപോലെ തന്നെ ചാഴി അറിയാം, ചാടി വന്നൊരു ചീത്ത മണമുള്ള. അതുപോലെ എല്ലാ കീടങ്ങൾക്കെതിരെ നമുക്ക് ചെടികളിൽ വരുമ്പോൾ അതിൻ്റെ മേത്ത് വീഴത്തക്ക രീതിയിൽ ഗ്രീൻ ഗാർഡിയൻ ഇട്ട് കൊടുത്താൽ അത് വളരെ എഫക്റ്റീവായിട്ട് അതിനെ നശിപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ല ഒരു ജൈവിക കീട നിയന്ത്രണിയാണ് അത് ഗ്രീൻ ഗാർഡിയൻ, SPC ഗ്രീൻ ഗാർഡിയൻ. ഇതിൻ്റെ പേര് നമുക്ക് ബിവേറിയ ബാസിയ. എല്ലാ കീടങ്ങൾക്കെതിരെ. അപ്പം നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു ജൈവ കീട നിയന്ത്രണിയാണ് ഈ ബിവേറിയ ബാസിയന, അതല്ല SPC ഗ്രീൻ ഗാർഡിയൻ കേട്ടോ. അപ്പം ഒരുപാട് തരം പുഴുക്കളുണ്ട്. അപ്പോൾ ഈ പുഴുക്കൾ തിന്ന് വട്ടം ഉണ്ടാക്കുന്നത് ഏതിനെ കണ്ടാലും നമ്മളിപ്പോൾ കാണത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ശീതകാല പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഇലകൾ മുഴുവൻ തിന്ന് അത് സ്കെലിറ്റൻ പോലെ ആക്കി വെക്കുക. ഇതെല്ലാം ഈ ഇലതീനി പുഴുക്കളും അതോടൊപ്പം തന്നെ വേറെ തരം ഈ ശലഭപ്പുഴുക്കൾ. ഈ ചിത്രശലഭം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേനാണ് കുടിക്കുന്നത്, പക്ഷേ അതിൻ്റെ പുഴുക്കളുണ്ടല്ലോ അത് ഈ ഇലകളാണ് തിന്നുന്നത്. അതുകൊണ്ട് അത് ശരിക്കും അത് തിന്നിട്ട് അതിൻ്റെ വിസർജ്യം മുഴുവനായി ഇലകളുടെ അവിടെ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ജൈവിക നിയന്ത്രണിയാണ് SPC ഗ്രീൻ ഗാർഡിയൻ. ഇത് നമ്മൾ കൊടുക്കേണ്ടത് 3 മുതൽ 5 വരെ ml അതായത് മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിനകത്ത്, അത്രയും മതി. അത് നമ്മൾ അത്രയും ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു വൈകുന്നേര സമയങ്ങളിൽ ഇലകളിലും അടിയിലും തണ്ടിലും അതിൻ്റെ ചോട്ടിലും ഇതിനെയൊക്കെ കണ്ട സ്ഥലത്തെല്ലാം
സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡോസേജ് മനസ്സിലായല്ലോ. വൈകുന്നേരങ്ങളിൽ കൊടുക്കുക. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ജീവിയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിൽ, എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ളപ്പോൾ കൊടുക്കാൻ പാടില്ല. എപ്പോഴും വൈകുന്നേരങ്ങളിൽ ഒരു 5 മണിക്ക് ശേഷം കൊടുക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. അപ്പം ഈ ഗ്രീൻ ഗാർഡിയൻ നമ്മൾ 3 തൊട്ട് 5 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടി മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതുപോലെയുള്ള ഒരു എല്ലാവിധ ഈ തിന്ന് നശിപ്പിക്കുന്ന ഇലകളെയും കായകളെയും അതുപോലെ തന്നെ ഈ ചെടിയുടെ ഭാഗങ്ങളെയും തിന്ന് നശിപ്പിക്കുന്ന എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാനായിട്ട് ഈ ഒരൊറ്റ ഫംഗസിനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞത് കൂടുതലായിട്ടും ഇലകളിലെ തിന്ന് അതായത് ആഹരിച്ച് വട്ടം ആക്കി ഇടുക, അല്ലെങ്കിൽ വെട്ടി തിന്നുക, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഗ്രീൻ ഗാർഡിയൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കറിയാം ചില ചെടികളിൽ ഇങ്ങനെ നമ്മൾ അനങ്ങത്തില്ല, ഇങ്ങനെ ചെന്നിരുന്നിട്ട് ഒരു വെള്ള കാണാറുണ്ട്, ഒരു വെള്ള ഒരു ജീവിനെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഇങ്ങനെ ആ ഇലയുടെ അല്ലെങ്കിൽ തണ്ടയിലാണ് അതിങ്ങനെ ചെന്നിരുന്നിട്ട് നമ്മൾ അനങ്ങത്തില്ല, അതിങ്ങനെ വലിച്ച് നീര് വലിച്ചൂറ്റി കുടിച്ചിട്ട് ആ ഇലയിൽ അതിൻ്റെ മുഴുവനും സ്രവം കുടിച്ച് ആ ചെടീനെ ഉണക്കിക്കളയും. അതായത് നീരൂറ്റി കുടിക്കുക എന്ന് പറയും. അപ്പം നീരൂറ്റി കുടിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അതുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അനങ്ങാതെ ഇരുന്ന് മുഴുവനും നീരൂറ്റി കുടിക്കുക. ഇതുപോലെ അതേപോലെ തന്നെ നമുക്കറിയാം തെങ്ങിലൊക്കെ വരുന്ന ഏറ്റവും പ്രശ്നം ഉള്ള ഒന്നാണ് മണ്ടരി, ഇല്ലേ? ഈ മണ്ടരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ഒരു ചെറിയ ജീവിയാണ്, വളരെ ചെറിയ ജീവി. അത് ആ തെങ്ങിൻ്റെ മുകളിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ തന്നെ അതിരിക്കും. ഇതിനെ ഉറുമ്പുകളാണ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതുങ്ങൾ അങ്ങനെ മൂവ് ചെയ്യില്ല, അതുങ്ങൾ അവിടെ തന്നെ കുഞ്ഞായിട്ടിരുന്ന് അത് അതിനകത്തെ തേങ്ങയുടെ മോൾ ഭാഗത്താണ് ഇതിങ്ങനെ ഒരു ത്രികോണ രീതിയിൽ ബ്ലാക്ക് കളറിൽ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ജ്യൂസ് വലിച്ചു കുടിച്ചിട്ട് ആ തേങ്ങയുടെ ചകിരിക്കും വലിപ്പം ഉണ്ടാവത്തില്ല, തേങ്ങയ്ക്കും വലിപ്പം ഉണ്ടാവില്ല. തേങ്ങയൊക്കെ ഇങ്ങനെ കുഞ്ഞു മണ്ടരി വന്ന തേങ്ങ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരുപാട് ചെടികളിലെ നീരൂറ്റി കുടിച്ച് ചെടിയെ തന്നെ ഉണക്കിക്കളയുന്ന പലതരം നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെയും, അതുപോലെ തന്നെ ചാഴി, അതേപോലെ നമുക്കറിയാം മുഞ്ഞ, ഇതിനെല്ലാത്തിനും എതിരായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് വെർട്ടിസീലിയം ലെക്കാനി, അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ലെക്കാനിസീലിയം ലെക്കാനി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളിലെ നീരൂറ്റി കുടിക്കുന്ന എല്ലാവിധ കീടങ്ങൾക്കെതിരായിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീൻ ഗാർഡിയൻ ഉണ്ടായിരുന്നല്ലോ. ഗ്രീൻ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെമ്പൻചെല്ലിയുടെ മുട്ട, വേരുതീനി പുഴുക്കൾ, അതുപോലെ തന്നെ പയറിലെ മുഞ്ഞ അറിയാമല്ലോ. അതുപോലെ തന്നെ ഇലപ്പേൻ, ശലഭപ്പുഴുക്കൾ, ഇലചുരുട്ടിപ്പുഴു, വെണ്ടയുടെ ഇലചുരുട്ടിപ്പുഴു, പിന്നെ ഒരു തരം കൂനനുറുമ്പുണ്ട്, ഒരു മണം ഇടും അതിനെ ഞെക്കി കഴിഞ്ഞാൽ. മറ്റേ നീറല്ല, കൂനനുറുമ്പ്, ഒരു കറുത്ത കളറിൽ. അത് എന്താ ചെയ്യുന്നത്? ഈ പയറിലെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ മുഴുവൻ തിന്ന് പയറിലെ ആ പയർ കായുണ്ടായി വരുമ്പോൾ അവിടെ കറുത്ത് വന്നിട്ട് അത് തിന്ന് നശിപ്പിക്കുക. അതിനുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗ്രീൻ ഗാർഡിയൻ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ തണ്ടുതുരപ്പൻ പുഴുക്കൾക്ക് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെള്ളീച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ് ശൈലി ഉണ്ടാക്കുന്നത്. ഒന്ന്, അത് നീരൂറ്റി കുടിക്കുന്നു, ആ ചെടിയെ ഉണക്കിക്കളയുന്നു. മാത്രമല്ല ഇത് രോഗങ്ങൾ, അതായത് ഫംഗസ്, ബാക്ടീരിയ പോലുള്ള രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റേ ചെടിയിലേക്ക് പരത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളീച്ചകളാണ്. ശരിക്കും ഈ കാറ്റ് വീഴ്ച എന്നൊക്കെ പറഞ്ഞാൽ തെങ്ങുകൾക്ക് വരുന്ന ഒരു വലിയ രോഗമാണ്. ഇതൊക്കെ പരത്തുന്നതൊക്കെ ഈ വെള്ളീച്ചകളെ പോലെയുള്ള ചില കീടങ്ങളാണ്. അതുപോലെ തന്നെ കായ്തുരപ്പൻ മാത്രമേ പുറത്ത് കാണത്തുള്ളൂ. അത് പടവലം, കോവല്, പീച്ചില്, അതുപോലെ തന്നെ ഈ സാലഡ്, കുക്കുംബർ, ഇതുപോലെയുള്ള ചെടികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് കായ തുരന്നിട്ട് അത് തിന്നു കളയുന്നു. ഇതിനെല്ലാം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രീൻ ഗാർഡിയൻ വളരെ എഫക്റ്റീവാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെടിയുടെ അതിന് രോഗം ഉണ്ടാക്കി അതിനെ നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ ഞാൻ ഫംഗസ് മാസ്റ്റർ എന്ന് പറഞ്ഞല്ലോ, വെർട്ടിസീലിയം ലെക്കാനി അഥവാ ലെക്കാനിസീലിയം ലെക്കാനി. അത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് വെള്ളീച്ച, ചാഴി, അതുപോലെ ഇലപ്പേൻ, നീരൂറ്റി കുടിക്കുന്ന എല്ലാത്തിനും ഉണ്ട്. അതുപോലെ തന്നെ മണ്ടരി, ഞാൻ പറഞ്ഞു മണ്ടരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ട് അതവിടെ ഇരുന്നിട്ട് വലിച്ചു കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ശൽക്ക കീടങ്ങൾ,
മീലിമുട്ട അറിയാമല്ലോ, ഒരു വെള്ള അരി പോലെ ചെടി. ഇപ്പം പപ്പായയുടെയും എല്ലാ ചെടികളുടെയും മുകളിൽ കാണാം ഒരു വെള്ള കളറിലിരിക്കും. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ നശിപ്പിക്കാനായിട്ട് നമുക്ക് ഏറ്റവും പറ്റിയ ഒന്നാണ് നമ്മുടെ ഫംഗസ് മാസ്റ്റർ. ഓക്കെ, SPC ഫംഗസ് മാസ്റ്റർ. അപ്പോൾ ഇത് ഒരു കീടത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. അടുത്തതാണ് SPC മെറ്റാഷീൽഡ് എന്ന് പറയും. മെറ്റാഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മെറ്റാറൈസിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ തന്നെയാണ്. അതൊരു ബാക്ടീരിയയാണ്. അപ്പോൾ ഈ മെറ്റാറൈസിയം എന്നുള്ള ബാക്ടീരിയ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണിൽ വരുന്ന വേര് തീനിപ്പുഴുക്കൾ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്പൻചെല്ലിക്ക് എതിരായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ ഇത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ ബോഡിയിൽ ഇത് വീഴണം. അതാണ് അതിൽ പ്രധാന കാരണം. അതോടൊപ്പം തന്നെ കുരുമുളകിൽ വരുന്ന മീലിമുട്ട കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ അതിനെല്ലാം നമ്മൾ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് മെറ്റാഷീൽഡ്. മെറ്റാഷീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിതൽ വരെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ കുണ്ടളപ്പുഴുക്കൾ എന്ന് പറയും. അതായത് ചെമ്പൻ ചെല്ലിയുടെ പുഴുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെങ്ങിലാണ് വളരുന്നത്. എന്നാൽ കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കൾ നമ്മൾ ജൈവാംശത്തിലോ അതല്ലെങ്കിൽ ചാണകക്കുഴിയിലോ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുങ്ങളെ നശിപ്പിക്കാനായിട്ടും നമുക്ക് ഈ മെറ്റാഷീൽഡ് അഥവാ മെറ്റാറൈസിയം നമുക്ക് ഉപയോഗിക്കാം. ഇതുമെല്ലാം നമുക്ക് 3 തൊട്ട് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഈ കീടത്തിൻ്റെ മേത്ത് വീഴത്തക്ക രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് നിമാവിരകൾ അല്ലേ. നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാഴ, ഏലം, അതുപോലെ തന്നെ വഴുതന വർഗ്ഗങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വരുന്ന ഒന്നാണ് നിമാവിരകൾ. ഈ നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിരകൾ ഇതിൻ്റെ വേരിൻ്റെ അവിടെ തന്നെ ജീവിച്ച് മുഴമുഴയായിട്ടിരിക്കും. അത് ആ ചെടിയെ നശിപ്പിച്ചു കളയും. അപ്പം നിമാവിരകൾക്ക് എതിരായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നിമാഷീൽഡ്. സിലോമൈസസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ബാക്ടീരിയയാണ്. അതിന് SPC നിമാഷീൽഡ്. ഈ നിമാഷീൽഡ് ഞാൻ നേരത്തെ എല്ലാത്തിനും ഒരേ ഇതാണ് കേട്ടോ. അതിൻ്റെ അളവ് 3 തൊട്ട് 5 ml വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് മണ്ണിൽ നല്ല രീതിയിൽ, നിമാവിരകൾ മണ്ണിലാണ് കൂടുതലല്ല, നിമാവിരകൾ മുഴുവൻ മണ്ണിൽ തന്നെ. അപ്പം മണ്ണിൽ നമുക്ക് വാഴയ്ക്കൊക്കെയാണ് ഏറ്റവും പ്രശ്നം, മുഴുവൻ തിന്നിട്ട് അതിന് വേരുണ്ടാകത്തില്ല ഇല്ലേ. ഏലത്തിനും പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നിമാവിരകൾക്കെതിരെ പ്രവർത്തിക്കാൻ നിമാഷീൽഡ്, മനസ്സിലായോ? അതായത് പെസിലോമൈസസ് എന്ന് പറയുന്നതാണ് ഈ ബാക്ടീരിയയുടെ പേര്. അപ്പോൾ അത് നമ്മൾ കൊടുക്കാം. അത് കുരുമുളകിനും ഒക്കെ ഉണ്ട് ഈ നിമാവിരകൾ. ഓക്കെ, അപ്പോൾ നിമാഷീൽഡ്. അടുത്തത് ഗ്രോഗാർഡ്. SPC ഗ്രോഗാർഡ് എന്ന് പറയും. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ എല്ലാ കൃഷി തുടങ്ങുന്നതിന് മുമ്പും ഇത് മണ്ണിലിട്ട് കൊടുക്കണം. കാരണം ഇത് ഒരു ആൻറ്റിബയോട്ടിക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിധത്തിൽ മണ്ണിൽ കൂടിയുള്ള ഒരു കേടുകളും ചെടികൾക്ക് വരാതെ നിർബന്ധമായിട്ടും നമ്മൾ ഇട്ട് വെറുതെ കൊടുക്കണം. അത് കാണണമെന്നില്ല, കാണാതെ തന്നെ മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ട ഒന്നാണ് ബാസിലസ്. എന്തോ അതിന്റെ പേര് ഒന്നും കൂടി വിവരിക്കോ? ബാസിലസ് സബ്സ്റ്റിലസ് അല്ലെങ്കിൽ ഞാനായിട്ട് വളർച്ചയെ സംരക്ഷിക്കുന്നതാണ്. SPC ഗ്രോഗാർഡ് ഞാൻ പറഞ്ഞ പോലെ ആന്റിബയോട്ടിക് ആയിട്ട് ഏത് ചെടിക്കും വരാതിരിക്കാനായിട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. മനസ്സിലായേ? ബാസിലസ് സബ്സ്റ്റിലസ് എന്നുള്ള ഇതാണ് SPC ഗ്രോഗാർഡ്. SPCയുടെ ഗ്രോഗാർഡ് മനസ്സിലായോ സാറേ? ഇനി അടുത്തതാണ് ബാസിലസ് തുറിഞ്ചിയൻസ് എന്ന് പറയും. അതായത് BT ഗാർഡ്. BT ഗാർഡ് ഇതും എല്ലാവിധ പുഴുക്കൾക്കെതിരെ ശലഭപ്പുഴുക്കളുണ്ട്. അതോടൊപ്പം തന്നെ മൃദു ശരീരമുള്ള ഈ കട്ടിയുള്ള തോടുള്ള കുറേ തരം ജീവികളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വണ്ടുകൾ പോലെ. അതുപോലെ ഇങ്ങനെ നമുക്ക് തുള്ളന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ബോഡിക്ക് ഭയങ്കര കട്ടിയാണ്. എന്നാൽ വേറെ ചില വർഗ്ഗങ്ങൾ അത് ഇങ്ങനെ സ്പോഞ്ച് പോലെ, അത് ഇങ്ങനെ ഞെങ്ങിപ്പോവും, മൃദു ശരീരമുള്ള അത്. അപ്പോൾ ഈ മൃദു ശരീരമുള്ള എല്ലാത്തിനെയും നശിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് BT ഗാർഡ്. മനസ്സിലായോ? ബാസിലസ് തുറിഞ്ചിയൻസ്. അതുപോലെ തന്നെ കൂടുകെട്ടി പുഴുക്കളുണ്ട്. ഇതിനൊക്കെ മാവിനുണ്ട്,
അതോടെ ഇതിനകത്തൊക്കെ കൂടുകെട്ടിപ്പുഴുക്കൾ എന്ന് പറയും. അതായത് കുറച്ച് കൂട്ടമായിട്ട് ഇരുന്നിട്ട് അത് അതിൻ്റെ അകത്ത് കുറേ എണ്ണം കാണും. നമ്മൾ നോക്കുമ്പോൾ ഒരു ഇലക്കെട്ട് പോലെ ഇരിക്കും. മനസ്സിലായോ? കൂടുകെട്ടിപ്പുഴുക്കൾ എന്നാണ് അതിന് പറയുന്നത്. അത് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് അതിൻ്റെ ഇത് നമ്മൾ ആ ഇല ഇങ്ങനെ തുറന്നപ്പോൾ അതിൻ്റെ കുറേ പുഴുക്കൾ കാണും. അത് അതുങ്ങളുടെ അവിടെ ഗ്രൂപ്പായിട്ട് ഇരുന്ന് തിന്ന് അത് നശിപ്പിക്കും. അതിനു വേണ്ടി ഏറ്റവും നല്ല ഒന്നാണ് ബാസിലസ് തുറിഞ്ചിയൻസ്, അത് BT ഗാർഡ്. ഇത് ഞാനിപ്പോൾ പറയുന്ന എല്ലാം നമ്മൾ ലിക്വിഡ് ഫോമിലാണ് അത് നമ്മൾ കൊടുക്കേണ്ട 3 തൊട്ട് 5 ml വരെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം. 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കിയിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഏകദേശം ഇത്രയെണ്ണമാണ് കീടങ്ങൾക്കെതിരെ നമ്മൾ കീടാക്രമണം വരുമ്പോൾ ചെയ്യാൻ പറ്റിയ നമ്മുടെ ജൈവിക കീട നിയന്ത്രണ മാർഗങ്ങൾ. ഇനിയിപ്പം നമുക്കറിയാം രോഗങ്ങളുണ്ട് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഈ രോഗങ്ങൾ പരത്തുന്നത് കീടങ്ങൾ. അപ്പോൾ ഈ കീടങ്ങൾ രോഗം മാത്രമല്ല പല കീടങ്ങളും ഹാരി എന്നും പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? എല്ലാവരും ഉപയോഗിക്കുന്ന ഏതാണെന്നറിയാമോ? ഇത്ര ബാക്ടീരിയ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായ? എല്ലാവരും ഉപയോഗിച്ചാണ്, എല്ലാവർക്കും അറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. അതായത് സ്യൂഡോമോണാസ് എന്ന് പറയും, കേട്ടിട്ടില്ലേ? അതായത് SPC സ്യൂഡോഗ്രോ. അത് സർവ്വരോഗ സംഹാരിയാണ്. മനസ്സിലായോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തേ, നിങ്ങളൊന്ന് കേൾക്കുന്നില്ലേ? ഏത് ചെടി നടുമ്പോഴും എല്ലാം ചെയ്യേണ്ട ഒന്നാണ് ഈ സ്യൂഡോഗ്രോ. അത് നമ്മൾ വിത്തിൽ പുരട്ടിയും വേരിൽ കൊടുത്തോ അതല്ലെങ്കിൽ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തോ എല്ലാം, അല്ലെങ്കിൽ ജൈവവളത്തിൻ്റെ കൂടെയോ എല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ ചെടികളിൽ രോഗങ്ങൾ, പൊതുവായിട്ടുള്ള ഒരു രോഗവും വരാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഏത് കർഷകനും ഏറ്റവും കൂടുതൽ വീട്ടിൽ, ഞാൻ വിവേറിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കീടങ്ങൾക്കെതിരെ ഞാൻ വിവേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഗാർഡിയൻ്റെ കാര്യം പറഞ്ഞു. അതായത് എല്ലാ കീടങ്ങൾക്കെതിരെ, അതോടൊപ്പം തന്നെ എല്ലാ രോഗങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാനുള്ള ഒന്നാണ് സ്യൂഡോഗ്രോ, SPC സ്യൂഡോഗ്രോ. അത് നിർബന്ധമായിട്ടും ഏത് കൃഷിക്കാരനും ഏത് കൃഷി ചെയ്യുമ്പോഴും അത് ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് മാനസികമായി വിഷമം വരും. കാരണം അത് ശരിയാ, ഇപ്പൊ അങ്ങനത്തെ മെഷീനുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ അങ്ങനത്തെ മെഷീനുകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ചെയ്ത് 1, 2, 3 തവണയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ സാധനം മാറും. കാരണം ഇതിന് തിന്നാനുള്ള ഒരു ഭക്ഷ്യം അവിടെ കിട്ടുകയും അത് അവിടെ വളർന്ന് ആ സാധനത്തിനെ പൂർണ്ണമായിട്ട്, നമ്മൾ എന്തെങ്കിലും ഈ നമ്മൾ രാസകീടനാശിനികൾ ഉപയോഗിച്ചാൽ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് വീഴുന്ന എവിടെയാണോ അവിടെ മാത്രം അത് അവിടത്തെ മാത്രം നശിക്കും. പിന്നെ അത് അവിടെ തന്നെ നിൽക്കും. കുറച്ച് നാൾ കഴിയുമ്പം ഉണ്ടായി വരും. പക്ഷെ ഇതുമാതിരിയുള്ള ജൈവിക കീടനിയന്ത്രണികൾ എന്ന് പറഞ്ഞാൽ അത് അവിടെ തിന്ന് അത് അവിടെ വളരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് തിന്നാൻ എത്രയോ ഉണ്ടോ അത്രയും ഭാഗത്തെ മുഴുവൻ തിന്ന് അത് അവിടെ നശിപ്പിക്കും. രോഗം വന്ന് അതിനെ നശിപ്പിക്കും, അതിൻ്റെ കൂട്ടത്തിലുള്ളതുങ്ങൾക്ക് രോഗം വരുത്തുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഇനി പുഴുക്കള്, അതുപോലെ തന്നെ മണ്ണിൽ കൂടി വളരുന്ന ഒരുവിധം എല്ലാത്തിനെയും നശിപ്പിക്കാനായിട്ട് പറ്റിയ വേറൊന്നാണ് വേപ്പിൻ പിണ്ണാക്ക്. ഞാൻ പറഞ്ഞില്ല, വേപ്പ് അധിഷ്ഠിതമായ എല്ലാ കീടങ്ങളെ അകറ്റുന്നതാണ്. വേപ്പിൻ്റെ ഇല, വേപ്പില ഞാൻ പറഞ്ഞില്ലേ തിളപ്പിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് അടിക്കാം. അതല്ലെങ്കിൽ വേപ്പിൻ്റെ കുരു സത്ത്, അതല്ലെങ്കിൽ വേപ്പ് നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേപ്പെണ്ണ. ഇങ്ങനെ ഉണങ്ങി പോകുന്നു, ഓരോരോ കൊമ്പുകൾ ഉണങ്ങി പോവാ. ചെറിയ മാവിന്റെ കൊമ്പില്ലേ, മാവിന്റെ അത് ഇരുന്നിട്ട് ഇങ്ങനെ അതിലെ വെള്ളം, ജലാംശം മുഴുവൻ വലിച്ചു കുടിച്ചിട്ട് ആ ഇലേനെ, അപ്പം നമുക്കറിയാം ജലാംശം നഷ്ടപ്പെട്ട ഉണങ്ങും. നമ്മൾ ഏത് സാധനമാണെങ്കിലും ഉണങ്ങുക എന്ന് പറഞ്ഞാൽ അതിനകത്തെ വെള്ളം നശിക്കുക എന്നുള്ളതല്ലേ. നമ്മൾ തുണി ഉണങ്ങുക എന്ന് പറഞ്ഞാൽ തുണിയിലെ വെള്ളം ഇതാക്കുക. അതുപോലെ തന്നെ ഈ ഇലകളിലെ വെള്ളം അതിലെ ജ്യൂസ് വലിച്ചു കുടിക്കും. അപ്പൊ പിന്നെ അതങ്ങനെ കൂമ്പങ്ങ് ഉണങ്ങിപ്പോകുന്നു. അതാണ്, അല്ലാതെ വേറൊരു പ്രശ്നമല്ല. ഓരോരോ കൊമ്പുകളും ഏകദേശം ഒരു അര കൈയുടെ വണ്ണം, 2 വിരൽ വണ്ണമുള്ള കൊമ്പുകളൊക്കെ ഇങ്ങനെ തുമ്പായിട്ടങ്ങ് ഉണങ്ങി മാറിപ്പോകും. കൂമ്പ് ഭാഗമല്ല, എക്സ്ക്യൂസ് മീ സർ, സാർ ഉദ്ദേശിക്കുന്നത് കൂമ്പിന്റെ ആണോ അതോ കമ്പുണക്കമാണോ? കമ്പ് മൊത്തത്തിലായി, ഇല ഉൾപ്പെടെ കമ്പ് അങ്ങ് ഉണങ്ങിപ്പോകും. ഒരു കൈ നീളത്തിലുള്ള കൊമ്പുകൾ, ഇലയും കൊമ്പും ഒക്കെ അങ്ങ് ഉണങ്ങിപ്പോകും. അപ്പൊ ഞാനത് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ബോഡോമിശ്രം തേച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അത് വേറെ, അത് എന്താന്ന് വെച്ചാല് അതൊരു ഫംഗസ് ആണ്. ഞാനിത് പറഞ്ഞ സാധനമല്ല, അത് ഫംഗസ് ആണ്.
ഞാൻ ഉദ്ദേശിച്ചത് ഇലകളുടെ കൂമ്പ് ഭാഗം ഉണ്ടല്ലോ, ഏറ്റവും കൂമ്പ് ഭാഗം കുറച്ച്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. മറ്റേത് ഫംഗസ് ആണ്. ഇത് ഫംഗസിനെതിരെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ തന്നെ ഒരു സാധനമുണ്ട്, അതായത് ക്യൂർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഞാൻ ഉണങ്ങിയ കമ്പിന്റെ 3 ഇഞ്ച് താഴെയായിട്ട് നമ്മൾ, അതായത് ലൈവ് ആയിരിക്കുന്ന ഭാഗമായിരിക്കണം, വെട്ടിക്കളയണം. മനസ്സിലായോ? വെട്ടിയ ശേഷം ബോർഡോ കുഴമ്പ് തേക്കുക. തേച്ച ശേഷം നമ്മളുടെ ക്യൂർ പ്ലസ് ചെടി മൊത്തത്തില് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, കുറച്ച് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. 10 ദിവസത്തിന് ശേഷം നമ്മൾ ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിച്ച നമ്മുടെ ഭൂമിത്രയോ ഉണങ്ങിയ ചാണകമോ നമ്മൾ ചോട്ടിലിട്ട് കൊടുക്കണം. അപ്പോൾ ട്രൈക്കോ കെയർ സമ്പുഷ്ടീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, അതിലേക്ക് വരികയാണ്. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ രോഗത്തിനെതിരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് സ്യൂഡോമോണാസ്. അത് നമ്മൾ വിത്തിൻ്റെ പുരട്ടി ഉപയോഗിക്കാം. അത് വിത്തിൽ പുരട്ടാനായിട്ട് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത്? 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ. അതേപോലെ തന്നെ നമുക്ക് വേരിൽ മുക്കി കൊടുക്കാം 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ചെടികൾ എല്ലാ 14 ദിവസവും കൂടുമ്പോഴും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ 3 തൊട്ട് 5 വരെയുള്ള ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത്. ഇതൊരു പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിക്കുക. കാരണം വരാതിരിക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും നമ്മൾ എപ്പോഴും ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്യൂഡോമോണാസ്. അത് SPC സ്യൂഡോഗ്രോ. ഓക്കെ, ഇപ്പം നമുക്ക് തക്കാളിയിലും വെണ്ടയിലുള്ള മൊസൈക്ക് രോഗം, അതുപോലെ തന്നെ വഴുതനയിലെ ചീയൽ രോഗം. വഴുതന ഈ ശരിക്കും പറഞ്ഞാൽ വഴുതന, തക്കാളി, മുളക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ഉണങ്ങി നിൽക്കുന്നതാണ്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് നിങ്ങൾ ചിലപ്പം അറിയില്ലായിരിക്കും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ മുറിച്ചെടുത്തിട്ട് ആ കഷ്ണം ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കണം. ഇത് വെള്ളത്തിലേക്ക് നമ്മൾ ഈ കഷ്ണം ഇച്ചിരി പൊക്കി ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു ഊറിയ കഞ്ഞിവെള്ളം പോലത്തെ ഒരു സാധനം ഒഴുകി വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ വാട്ടമാണ്. ഈ ബാക്ടീരിയൽ വാട്ടം മാറ്റാനായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു മിത്ര ബാക്ടീരിയ ഉണ്ട്, അതാണ് സ്യൂഡോമോണാസ്. അതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ ഈ ബാക്ടീരിയകളുടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടിൻ്റെ അവിടെ ഇവിടെ ഓരോ ഭാഗത്തും അതിങ്ങനെ ബ്ലോക്കാക്കിയിട്ട് വെള്ളത്തിനെയും മറ്റ് അതിൻ്റെ വേണ്ട വളത്തിനെയും ഒന്നും മുകളിലേക്ക് വിടത്തില്ല. ആ പകുതി വെച്ചിട്ട് അത് അവിടെ ആ ബാക്ടീരിയ ബ്ലോക്കാക്കി അവിടെ നിൽക്കുക. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി. മുകളിലേക്ക് പിന്നെ വെള്ളവും ചെല്ലത്തില്ല, അതോടൊപ്പം തന്നെ വളവും ചെല്ലത്തില്ല. അപ്പോൾ അത് ചെടി അങ്ങ് ഉണങ്ങിപ്പോകും. അത് ബാക്ടീരിയൽ വാട്ടം എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴുതന തക്കാളിയൊക്കെ പൂവായിട്ടിരിക്കുമ്പോഴായിരിക്കും അപ്പം നമുക്ക് ഏറ്റവും വിഷമം തോന്നും. പൂവായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഇതൊക്കെ വരാതിരിക്കാൻ. ഒത്തിരി വന്ന ശേഷം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇത് വരാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ സ്യൂഡോഗ്രോ. ഓക്കെ, അതുപോലെ തന്നെ വഴുതനയിലെ വഴുതന പലപ്പോഴും ഈ സൂഡോഗ്രോ എന്ന് പറഞ്ഞത് SPCയുടെ സൂഡോഗ്രോയും മാർക്കറ്റിൽ കിട്ടുന്ന സൂഡോമോണസും രണ്ടും ഒന്ന് തന്നെയാണോ, അതോ ഇതിനെന്തെങ്കിലും? രണ്ടും ഒന്ന് തന്നെ, പക്ഷേ ഗുണത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന സ്യൂഡോമോണാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁷, അതായത് നമ്മൾ 10 എഴുതിയിട്ട് 7 സീറോസ് ഇടുക, അത്രയും വലിപ്പതായിരിക്കും ഒരു ml-നകത്ത് 1 മില്ലി ലിറ്ററിനകത്ത് ഉണ്ടാകുന്നത്. അത്രയും EFU എന്ന് പറയും. പക്ഷേ നമ്മളുടെ SPC സ്യൂഡോഗ്രോയുടെ അകത്ത് 10 എഴുതിയിട്ട് 14, അതായത് 10 എഴുതിയിട്ട് 14 സീറോസ്. ഓരോ സീറോസ് ഇടുമ്പോഴും എത്തോരം ഉണ്ടെന്ന് അത്രയും അണുക്കൾ അതിനകത്ത് ആ ഒരു മില്ലിനകത്തുണ്ട്, മില്ലി ലിറ്ററിനകത്ത്. അതാണ് അത് തമ്മിൽ വ്യത്യാസം. അപ്പം കൂടുതൽ എഫക്റ്റീവാണ് നമ്മുടെ. മാത്രമല്ല നമ്മൾ പൗഡർ ഫോമിലുള്ളത് അത്രയും നല്ല എഫക്റ്റീവ് അല്ല, നമ്മളുടെ ഈ ലിക്വിഡ് ഫോമിലാണ് ഏറ്റവും എഫക്റ്റീവ്. മനസ്സിലായോ? അപ്പോൾ ഇതുമാതിരിയുള്ള ഒരു ബാക്ടീരിയ വാട്ടം എന്ന് പറഞ്ഞത് മുളകിനും വഴുതനയ്ക്കും തക്കാളിയിലും പോലെ മൊസൈക്ക് രോഗം എന്ന് പറയാം. അതായത് ഈ വെണ്ടയുടെയൊക്കെ ഇലകളിൽ ഇങ്ങനെ പുള്ളി പറയും. മൊസൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മൾ മൊസൈക്ക് കണ്ടിട്ടില്ലേ? അതായത് ഇളം കളറും കടും കളറുമായിട്ടൊക്കെ ഇരിക്കും. അതുപോലെ മഞ്ഞപ്പും കടും പച്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഇലകളിൽ വരുന്നതാണ് ഈ മൊസൈക്ക് രോഗം. അത് വെണ്ടയിൽ വരുന്ന ഇതിനൊക്കെ എതിരായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് സ്യൂഡോഗ്രോ, SPC സ്യൂഡോഗ്രോ. അതോടൊപ്പം തന്നെ ഈ ചീരയൊക്കെ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇല ഒരു ഭാഗം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നതാണ്, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഇലകളിൽ വട്ടത്തിൽ ഇങ്ങനെ ഒരു കറുത്ത പുള്ളി പോലെ ആദ്യം വരും, പിന്നെ കരിഞ്ഞ് പിന്നെ ഹോളായി വരും.
ഇതെല്ലാം ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. ഇതിനെല്ലാം നമ്മൾ സ്യൂഡോഗ്രോ നിർബന്ധമായിട്ട് കൊടുക്കണം. അത് ആദ്യം മുതലേ കൊടുക്കുകയും വേണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 5 ml 3 തൊട്ട് 5 വരെ ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഇടയ്ക്ക് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഇതുപോലെ ഒന്നും വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ് ഈ സ്യൂഡോഗ്രോ SPC. പിന്നെ അടുത്തതാണ് ട്രൈക്കോ കെയർ. ട്രൈക്കോ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈക്കോഡർമ തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗസാണ്. ഫംഗസ് വരാതിരിക്കാനായിട്ട്. ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇലകൾ മഞ്ഞളിക്കുക, അതോടൊപ്പം തന്നെ കമ്പുകൾ ഉണങ്ങുക, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളുണ്ട് ഈ ഫംഗസ് വരുത്തുന്നത്. ഈ ഫംഗസുകളുടെ എല്ലാത്തിനും എതിരായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയതാണ് നമ്മുടെ ട്രൈക്കോ കെയർ, SPC ട്രൈക്കോ കെയർ. ഈ SPC ട്രൈക്കോ കെയർ നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് ജൈവ വളത്തിൻ്റെ കൂടെ എൻറിച്ച് ചെയ്ത് ഉപയോഗിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് കുറച്ച് മതി, കുറേ സ്ഥലത്തിൽ അത് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈക്കോ കെയർ നമ്മൾ 90 കിലോ നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകമോ അതല്ലെങ്കിൽ നമ്മുടെ ഭൂമിത്രയോ നമ്മുടെ ജൈവ വളമോ ഏതെങ്കിലും നമുക്കെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 10 കിലോ നമ്മുടെ നല്ല വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്യുക. കുറച്ച് pH ബൂസ്റ്റർ ഇടുന്നത് എഫക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് ഒരു തണലത്ത് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടി തളിച്ച് കൂട്ടിയിടണം. കൂട്ടിയിട്ടിട്ട് ഒരു നനഞ്ഞ ചാക്ക് കൊണ്ട് വല്ലതും അത് മൂടിയിടുക. തണലത്തായിരിക്കണം. മൂടിയിട്ടിട്ട് ഒരു 5 ദിവസത്തിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അത് നമ്മൾ എടുത്ത പോലെ ഒന്നുകൂടി ഇച്ചിരി വെള്ളം തളിച്ചിട്ട് നമ്മൾ എടുത്ത പോലെ തന്നെ മൂടി വെക്കുക. ഒരു 10-14 ദിവസം കഴിയുമ്പോൾ അത് മുഴുവൻ ഒരു പച്ച നിറത്തിൽ കാണാം. അത് മിത്ര ഫംഗസ് ആണ്. മനസ്സിലായോ? മിത്ര ഫംഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപദ്രവകരമായ ഫംഗസുകളെ നശിപ്പിക്കുന്ന സാധനമാണ്. ഇത് നമ്മളെല്ലാം പറമ്പിൽ എല്ലായിടത്തും കൊണ്ടിടുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൺസൂണിന് മുമ്പും മൺസൂണിന് ശേഷവും ഇതിങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഫംഗസ് വരികയില്ല. ഈ ഇലമഞ്ഞളിപ്പ് എന്നൊക്കെ ഇപ്പം എല്ലാവരും പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ കവുങ്ങിന് അതുപോലെ തന്നെ പ്ലാവിന് ഇതെല്ലാം ഇലകൾ മഞ്ഞളിച്ച് അതൊക്കെ ഫംഗസാണ്. ഈ ഫംഗസ് വരാതിരിക്കാനായിട്ട് നിർബന്ധമായിട്ട് നമ്മൾ ഇത് ചെയ്യണം. ഇനി ഇൻ കേസ് ഫംഗസ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ക്യൂർ പ്ലസ് കൊടുത്തിട്ട് 10-15 ദിവസത്തിന് ശേഷം ഈ സമ്പുഷ്ടീകരിച്ച ട്രൈക്കോ കെയർ കൊടുക്കുക. മനസ്സിലായി? ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ കുറച്ച് സമയം. ഇപ്പോൾ ഈ അളവിൽ സമ്പുഷ്ടീകരിക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 ലിറ്റർ ട്രൈക്കോ കെയർ ആണ്. എഫക്റ്റീവ് അല്ല. പിന്നെ ഞാൻ ഇതിനൊക്കെ പറഞ്ഞെങ്കിലും 2-3 കാര്യങ്ങളും കൂടി ഞാൻ ഇതിനും കൂടെ ചേർക്കാനുണ്ട്. അതായത് നമ്മൾ ഈ നമ്മുടെ ജീവാണുക്കളെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ആ കുപ്പിയിൽ അല്ലേ നമ്മൾ മേടിക്കുന്നതിൻ്റെ എക്സ്പയറി നോക്കണം കേട്ടോ. അപ്പോൾ പൗഡർ ഫോമൊക്കെ സാധാരണഗതിയിൽ എന്താ പറയുക 6 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ മാത്രമല്ല അത് ഒരു തവണ 6 മാസമായിരിക്കും. മാത്രമല്ല അത് ഒരു തവണ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് വളരെയധികം പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോവുകയും അത് യൂസ്ലെസ് ആയിരിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ ലിക്വിഡിൻ്റെ എക്സ്പയറി 1 വർഷം ഉണ്ടെന്ന് മാത്രമല്ല അത് കൂടുതൽ എഫക്റ്റീവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അത്രയും ക്വാണ്ടിറ്റിയിൽ, അതായത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ സാധനം ഉണ്ട്. അതാണ് അതിലെ ഗുണം. മാത്രമല്ല നമുക്ക് 1 വർഷം വരെ അത് ഉപയോഗിക്കാം. ലിക്വിഡിന്റെ അകത്ത് 90 കിലോ ചാണകപ്പൊടിയിലാണെങ്കിൽ എത്ര കിലോ 1 കിലോ ചേർക്കും? ലിക്വിഡിൽ അതായത് അപ്പൊ കൂടുതൽ എൻറിച്ച് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കൂടുതലായിട്ട് നമ്മളിപ്പോ പൗഡർ ഫോമിൽ ചെയ്യുന്നതിനേലും ഇത് നോക്കുമ്പോൾ നിറച്ചു വരും. മറ്റേതിൽ അത്രയ്ക്ക് അത് വരുന്നതായിട്ട് കാണുന്നില്ല. പലരും 1 കിലോ ഇനിയിപ്പം നിങ്ങൾ 1 കിലോ ചെയ്തില്ല, ഇപ്പൊ 2 കിലോ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതവിടെ കിടന്ന് വളർന്നോളും. നമ്മളെ അത് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. സമ്പുഷ്ടീകരിക്കുന്നതാണോ? 90 കിലോ ചാണകം, 10 കിലോ വേപ്പൻ പിണ്ണാക്ക്, 10 കിലോ വേപ്പ്, പിന്നെ അത് നമ്മള് 1 ലിറ്റർ ട്രൈക്കോ കെയർ, 1 ലിറ്റർ ട്രൈക്കോ കെയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് വെള്ളം തളിച്ചിട്ട് ഒരു പുട്ട് പരുവത്തിലുള്ള രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അത് മിക്സ് ചെയ്യണം. വെള്ളം തളിച്ച്
കൂന കൂട്ടിയിട്ടിട്ട് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് മുഴുവൻ സ്ഥലത്തും അതാകണം. എന്നിട്ട് ഒരു നനഞ്ഞ ചാക്ക് കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് മൂടിയിടണം. തണലത്തായിരിക്കണം. ഇതൊരു ജീവിയാണേ. എന്നിട്ട് ഒരു 5 ദിവസത്തിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. എല്ലാവരും ചകിരിച്ചോറ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ചകിരിച്ചോറും കുഴപ്പമില്ല. ചകിരിച്ചോറ് അത്ര നല്ലതല്ല. അല്ലെങ്കിൽ പിന്നെ മറ്റേതുണ്ടല്ലോ ഈ പിന്നെ മിക്സ് ചെയ്തിട്ട് ഒരു തെങ്ങിനൊക്കെ എത്ര വെച്ച് കൊടുക്കണം? 5 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അത് ഒന്നും കൂടി വെള്ളം തളിച്ച് മൂടി വെക്കുക. ഒരു 15 ദിവസം കഴിയുമ്പം അത് ആയിക്കഴിയും. അത് ഈ നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള തെങ്ങുകൾക്കാണെങ്കിൽ ചാണകം ഇട്ടത് 5 കിലോ ഇട്ടെടുക്കണം. അല്ല നമ്മുടെ വളമിട്ടാണ് ചെയ്തതെങ്കിൽ 3 കിലോ ഇട്ട് കൊടുക്കണം. മാഡം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു തെങ്ങിന്റെ ചാണകത്തിന് പകരം നമ്മുടെ ഭൂമിത്ര ഇട്ട് എങ്ങനെയാ ചെയ്യണേ? ഭൂമിത്ര 90 കിലോ എടുക്കുക. 10 കിലോ വേപ്പും പിണ്ണാക്ക്. അതായത് ചാണകം 90 ഭൂമിത്ര 90 അല്ലേ? ഭൂമിത്രയാ കൂടുതൽ നല്ലത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജീവികൾക്കൊക്കെ വളരാനായിട്ട് ഒരു പ്രത്യേകമായ pH വേണം. ഈ ഭൂമിത്രയ്ക്ക് ആ pH ഉണ്ട്, ചാണകത്തിന് pH ഇല്ല. പിന്നെ നമ്മൾ അതുകൊണ്ടാണ് ഈ ഇതുള്ളതിൽ pH കുറച്ചുകൂടി 7 അടുത്തുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഇതുങ്ങൾ വളരും. നമ്മുടെ ഈ ജീവാണുക്കൾക്ക് എല്ലാത്തിനും വളരാനായിട്ടുള്ള pH 6.5-നും 7-നും ഇടയ്ക്ക് ഇതായിരിക്കണം. പിന്നെ ഇതൊക്കെ ഇത് ശരിക്കും ഊഷ്മാവ് എത്രയാ വേണേലും ആയിക്കോളും കേട്ടോ. 45 ഡിഗ്രി വരെ ഉള്ള ഊഷ്മാവിൽ വളരും. സംശയം ഉണ്ടോ ചോദിക്കോ ഇനിയിപ്പോ? മാഡം എന്റെ ഒരു തൈയുടെ ഇത് അറിയണമായിരുന്നു. എന്റെ പൂക്കല വരുമ്പോഴേക്കും അത് ഓരോന്നും മുകളിൽ നിന്ന് പതുക്കെ ഉണങ്ങി പൂക്കല കംപ്ലീറ്റ് ആയിട്ട് കരിഞ്ഞത് പോലെ പോകും. ഫംഗസ് അത് ഫംഗസ് ആണ്. അതിന് ഞാൻ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ ക്യൂർ പ്ലസ് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ആ ചെടി മൊത്തം പറ്റുന്നിടത്തോളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10-15 ദിവസത്തിന് ശേഷം ട്രൈക്കോകെയർ സമ്പുഷ്ടീകരിച്ച് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ചാണകത്തെളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചച്ചാണകം നമ്മൾ കലക്കി വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും നല്ല തെളി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ pH ബൂസ്റ്റർ ഇട്ടുക. അതിനുശേഷം നമ്മുടെ സ്യൂഡോഗ്രോ ഇട്ട് വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ചെടികളിൽ പച്ചക്കറികളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ. സ്പ്രേ ചെയ്യുകയാണെങ്കിൽ സ്പ്രേ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഡൈല്യൂട്ട് ചെയ്യണം. സ്പ്രേ ചെയ്യണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യണേ. അത് ചാണകത്തെളി എന്ന് പറഞ്ഞാൽ ചാണകത്തിനകത്ത് കുറെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് ഇങ്ങനെ കലക്കി വെച്ചിട്ട് അതിൻ്റെ ആ തെളി കിട്ടുന്നത്. പിന്നെ ചെടികളിലേക്ക് ഇല കരിച്ചിലിന് വേറൊരു ഇതുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഇപ്പൊ ചീരയിലൊക്കെ ഇല കരിച്ചിലിന് പെട്ടെന്ന് ഒരു ഇതുണ്ട്. മഞ്ഞൾപ്പൊടി അപ്പക്കാരവും കൂടി 5:1 എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് കുറയും. മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കേട്ടോ. അതുപോലെ തന്നെ പാൽക്കായം, വേപ്പും പിണ്ണാക്ക്, വേപ്പെണ്ണ. അപ്പൊ ഇനിയുണ്ടോ സംശയം വല്ലതും? അമ്മയുടെ ഈ ചേനയിൽ ഒരു മഞ്ഞപ്പുള്ളി വരുന്നില്ലേ? ചേനയുടെ കുത്തുകുത്തായിട്ട് മഞ്ഞപ്പുള്ളി വരും. അത് മൊസൈക്കാണ്. മൊസൈക്ക് രോഗത്തിന് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ പോലും സ്യൂഡോമോണാസ് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ സ്യൂഡോമോണാസും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാസിലസ് സബ്റ്റിലസ് ഇല്ലേ, പറഞ്ഞില്ലേ ഗ്രോഗാർഡ് എന്ന് പറഞ്ഞ ഗ്രോഗാർഡ്, അത് രണ്ടും 2.5 ചെയ്ത് കൊടുത്താൽ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആഫ്രിക്കയിൽ വെച്ച് പറമ്പ് നിറച്ച് ആഫ്രിക്കയിൽ വെച്ച് വന്നിട്ട് ഈ ചേനയുടെയും അതിന്റെയൊക്കെ ഇല തിന്ന് തീർക്കണം. ചേനയുടെയും മഞ്ഞളിന്റെയൊക്കെ ഇല തിന്ന് തീർക്കണം. അതിനെ നശിപ്പിക്കാനായിട്ട് ശാശ്വതമായ മാർഗമുണ്ടോ? അതായത് ആഫ്രിക്കൻ ഒച്ചുകൾ വരുന്നതിന്റെ പ്രധാന കാരണം തന്നെ ശരിക്കും pH കുറയുന്നതാണെന്നാണ്. ഏറ്റവും പ്രധാന കാരണം ആ മണ്ണിൽ pH കുറവാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ഈ കപ്പളങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ, കപ്പളങ്ങ, അതിന്റെ ഇല ഇങ്ങനെ പിച്ചി കീറി ഇടുക.
അതല്ലെങ്കിൽ ക്യാബേജ്, നമ്മൾ പച്ചക്കറി കടയിലൊക്കെ ചോദിച്ചാൽ ക്യാബേജിന്റെ ചീത്ത ഇല കിട്ടും, കുറെ മേടിച്ചുകൊണ്ട് വരും. അത് ഇങ്ങനെ വിതറിയിടുക, മനസ്സിലായോ? വിതറിയിട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു നനഞ്ഞ ചണച്ചാക്കോ അല്ലെ നനഞ്ഞ തുണിയോ ഇടുക. രാത്രി വൈകുന്നേരം ഇട്ടേക്കണം ഇതൊക്കെ വരുന്ന ഏകദേശ സ്ഥലത്ത്. എന്നിട്ട് രാത്രി നിങ്ങൾ ചെന്ന് പയ്യെ അത് പൊക്കി നോക്കണം. നിറച്ച് ഈ സാധനം തിന്നാനായിട്ട് അവിടെ ആ അയൽപക്കത്തുള്ളതൊക്കെ വന്നു. അപ്പോൾ ഒരു പാത്രത്തിനകത്ത് ഉപ്പ് വെള്ളം കലക്കിയെടുക്കണം, നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട്. എന്നിട്ട് ഈ കൈ കൊണ്ട് ചേടാൻ പാടില്ല, എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് ഇതിനെ പിടിച്ച് അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുവെല്ലാം വെച്ച് ഇതിനെ പിടിച്ച് ഈ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടുക. അങ്ങനെ അത് വളരെ എഫക്റ്റീവായിട്ട് ഒത്തിരി പേര്. പിന്നെ സ്നെയിൽ കില്ലെന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം വാങ്ങാൻ കിട്ടും. അത് അവിടെ ഇവിടെ നമ്മൾ ഇങ്ങനെ കുത്തി വെക്കുമ്പോഴത്തേക്കും അല്ലെ പൊടിച്ച് അവിടെ ഇവിടെ വെക്കുമ്പോൾ ഇതുങ്ങൾ കൂട്ടത്തോടെ അവിടെ വരുന്നുണ്ട്, അങ്ങനെ അത് ചാകുന്നുണ്ട്. ഇതൊക്കെയാണ്. അതേപോലെ എലിയെ നശിപ്പിക്കാൻ മാഡം ഒരു യുക്തി പറഞ്ഞിരുന്നു. അത് ഈ ശർക്കര പാനിയിൽ മുക്കി വെക്കാൻ, അത് ഈ നമ്മുടെ അടിത്തോരപ്പിന് വരുമ്പോ അത് എങ്ങനെയാ പ്രാക്ടിക്കലായിട്ട് വരും? അതിന് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പഞ്ഞിയില്ലേ, പഞ്ഞി ഈ പഞ്ഞി ഇതുപോലെ തന്നെ ഇങ്ങനെ ഉരുളാക്കിയിട്ട് ശർക്കരയിൽ മുക്കിയിട്ട് അടിത്തൊരപ്പൻ്റെ അവിടെ എവിടെയെങ്കിലും കുഴികളൊക്കെ കാണുമല്ലോ, ആ കുഴിയുടെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി, പെട്ടെന്ന് അത് എടുക്കും. ഈ വലിയതാണോ ഉദ്ദേശിച്ചത്? വലിയ തൊരപ്പൻ? വലിയ വലുതാണ്. അടിയിൽ നമ്മള് മേളിലൊന്നും കാണാനില്ല. കപ്പ വറച്ച് കഴിയുമ്പോ നോക്കുമ്പോ അടിയിൽ വലിയ കിഴങ്ങുകളൊക്കെ പകുതി മുക്കാലും തിന്ന് തീർത്തിരിക്കുകയാണ്. അല്ല, ഹോമിയോ കൊടുക്കാറില്ലേ സാറ്? ഞാന് ഇപ്പൊ നട്ടിരിക്കുന്നതിനകത്ത് ഞാൻ നട്ട് കഴിഞ്ഞിട്ട് ഹോമിയോ പറഞ്ഞ പോലെ ഹോമിയോ ഗുളിക കലക്കി വെള്ളം അതിന് ചുറ്റും സ്പ്രേ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പൊ അത് പറിക്കുമ്പോൾ അറിയാം എന്താന്ന്. ഇതിന്റെ ഇലയിലും കൊടുക്കണം, ഇലയുടെ അടിയിൽ ചോട്ടില് ഞാൻ ഇങ്ങനെ സ്പ്രേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇലയില് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇളം വെയിലുള്ളപ്പോ കൊടുക്കണം, എന്നാലേ അത് സ്റ്റൊമാറ്റ വലിച്ചെടുക്കുള്ളൂ. അത് എഫക്റ്റീവാണ്. ആദ്യമേ ഒരു തവണ ചെയ്തിട്ട് 1-2 തവണ ചെയ്യുമ്പോ വളരെ അണ്ണാന്റെ കാര്യം അണ്ണാൻ ആരും നമ്മളുടെ ഈ സാധനം പിന്നെ ഈ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സാധനമുണ്ട്, SPC ഹോമിയോ അഗ്രോ-കെയർ. ഏറ്റവും പ്രധാനം, നമുക്ക് എല്ലാ കീടങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് നമുക്കുള്ള ഏറ്റവും എഫക്റ്റീവ്, വരാതിരിക്കാൻ ഒരു പ്രിവെൻറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. അത് എല്ലാവരും നിർബന്ധമായിട്ട് എല്ലാ ചെടികളിലെയും, അതായത് നമുക്ക് 50 ഗുളിക 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മിസ്റ്റ് രൂപത്തിൽ എല്ലാ പ്ലാന്റ്സിലും ഇളം വെയിലുള്ളപ്പോൾ ചെയ്തു കൊടുക്കണം. അത് നിർബന്ധമാണ് കേട്ടോ, കീടങ്ങൾക്ക് എതിരെ. അത് ഞാൻ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എല്ലാ ചെടികളും വീടുകളിൽ ചെയ്തു കൊടുക്കണം ഹോമിയോ അഗ്രോ-കെയർ. വളരെ ചെലവ് കുറഞ്ഞതും എന്നാൽ വളരെ എഫക്റ്റീവും ഏറ്റവും സേഫുമായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് SPC ഹോമിയോ അഗ്രോ-കെയർ. 50 ഗുളിക എത്ര ലിറ്റർ വെള്ളത്തില്? 1 ലിറ്റർ വെള്ളത്തിൽ. അത് 50 ഗുളിക 1 ലിറ്റർ വെള്ളത്തിൽ. എന്തോ 2 ഗ്രാമല്ലേ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കേണ്ടത്? 2 ഗ്രാം എന്ന് പറഞ്ഞാൽ 100 ഗുളിക 1 ലിറ്റർ വെള്ളത്തില്. അത് മിസ്റ്റ് രൂപത്തിൽ ചെയ്താൽ മതി കേട്ടോ, 1/3 പോർഷനിൽ. മാഡം, എനിക്കൊരു ഡൗട്ട് ഉണ്ട് ചോദിക്കാൻ. മാഡം, ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷി ഇപ്പൊ കതിര് വന്നു, പക്ഷെ ഓല കംപ്ലീറ്റ് കരിഞ്ഞു പോയി. ഓല കരിയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ, കാൽസ്യത്തിന് ഡെഫിഷ്യൻസി വന്നാൽ ഓല കരിയും. അതുണ്ട്. അവിടെ pH ഒക്കെ എങ്ങനെയാ, വളരെ കുറവാണോ? pH 6 ഉണ്ട്. 6 ആണോ? 6 ഉണ്ടാ? 6 ഉണ്ട്. ഓല അതിന്റെ 2 പ്രാവശ്യം മലവെള്ളം വന്ന് നെല്ല് മുങ്ങി. സാറേ, അത് ആ ഒരു ഫോട്ടോ എടുത്തൊന്നിക്കൊന്ന് അയക്കാം. 2-3 കാര്യങ്ങൾ. നമ്മൾ ഏത് സാധനവും നമ്മളിപ്പോൾ കരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല കാരണങ്ങൾ കൊണ്ടാവും. ചിലപ്പോൾ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി കാണാം, പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി കാണാം, ചിലപ്പോൾ കീടമാകാം, ചിലപ്പോൾ കാൽസ്യം. അതുകൊണ്ട് ഓരോന്നിനും ഓരോ സിംറ്റമാണ്. അതുകൊണ്ടാണ് അതിന്റെ ഫോട്ടോയോ വീഡിയോ എടുത്തൊന്ന് നാളെ സാറ് ആരുടെ അടുത്താണ് ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ട് എനിക്ക് പേഴ്സണലായിട്ട് വല്ലതൊന്ന് അയച്ചാൽ ഞാൻ അതിന്റെ നോക്കിയിട്ട് പറഞ്ഞുതരാം സാറേ. ഓക്കെ മാഡം, താങ്ക് യു.
അപ്പൊ ഇന്നിപ്പോ ഡൗട്ടുകളൊക്കെ ഈ കീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴൊന്നും തീരത്തില്ല. ഇനി ഒരുപാട് ചാണകനീരിന്റെ ഏതാ ചാണകനീരിന്റെ കൂടെ പിന്നെന്താ ചേർക്കാൻ പറഞ്ഞത്? ചാണകപ്പാല്. ചാണകത്തിന്റെ കൂടെ സ്യൂഡോഗ്രോ 2. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സാധനവും ചേർത്താൽ വളരെ നല്ലത്. ചാണകപ്പാലിന്റെ കൂടെ സ്യൂഡോഗ്രോയും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ബാസിലസ് സബ്സ്റ്റിലസ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഗ്രോ ഗാർഡ്. ഇത് രണ്ടും കൂടി 2.5 ml വെച്ച് നമ്മൾ ഇതാക്കിയിട്ട് ചെടി എല്ലാ പച്ചക്കറികളിലേക്കും ഒന്ന് ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ ഭയങ്കരമായിട്ട് നല്ല ഒരു കീടങ്ങളും വരില്ല. സ്യൂഡോഗ്രോ കഴിഞ്ഞിട്ട് പറഞ്ഞത് മനസ്സിലായില്ല. ഗ്രോ ഗാർഡ് അതായത് ബാസിലസ് സബ്സ്റ്റിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണത്. സ്യൂഡോഗ്രോയുടെ കൂടെ തന്നെ നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒരു ആന്റിബയോട്ടിക് പോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഗ്രോ ഗാർഡ് എന്ന് പറയുന്നത്. SPC ഗ്രോ ഗാർഡ്. ഓക്കെ. അപ്പൊ എത്ര വെള്ളം ഉപയോഗിക്കണം? 2.5 1 ലിറ്റർ വെള്ളത്തില് 2.5 വെച്ച്. അത് ഈ മരുന്നുകള് വെള്ളം എത്ര? 1 ലിറ്റർ വെള്ളത്തില് 2.5 ml 2.5 ml 1.5 വെച്ച് തൊട്ട് 2.5 വരെ ആക്കാം. അതായത് നമുക്ക് 3 തൊട്ട് 5 വരെ ആകാം. അല്ല അപ്പൊ ചാണകനീര് എത്രയാന്ന് അളവുണ്ടോ? 1 ലിറ്റർ വെള്ളം എന്നല്ല ഞാൻ പറഞ്ഞ ചാണകനീരിനെയാണ് ഞാൻ പറഞ്ഞ 1 ലിറ്റർ ചാണകനീര്. ചാണകനീര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പച്ചച്ചാണകം എടുത്തിട്ട് കുറേ വെള്ളം ഒഴിക്കും. മനസ്സിലായി. അതിന്റെ തെളി. പിന്നെ പിന്നീട് വേറെ വെള്ളം ചേർക്കണ്ട അല്ലേ? വേണ്ട നല്ല തെളി. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോ അത് അവിടെ കിടന്ന് പെട്ടെന്ന് വളർന്നിട്ട് ഈ ചെടികളിലേക്ക് പച്ചക്കറികളിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്താല് പെട്ടെന്ന് ചെടി ഇലയൊക്കെ നല്ല വലിയതായിട്ട് വളർന്നു വരും. ഈ ശരിക്കും പറഞ്ഞാൽ വെണ്ടയുടെയും വഴുതനയുടെയും ഒക്കെ ഇല ഇങ്ങനെ നല്ല വലിപ്പത്തിൽ ഇങ്ങനെ വരും. കറിവേപ്പിന്റെ മഞ്ഞളിപ്പിനും ഇത് തന്നെയാണോ ഉപയോഗിക്കേണ്ടത്? കറിവേപ്പിന്റെ ഇലയൊക്കെ മഞ്ഞളിപ്പുണ്ടോ? ഇലകളൊക്കെ മഞ്ഞച്ച് വരിക. പിന്നെ അല്ലെങ്കിൽ നിറയെ കുത്ത് ആ ഇലകളുടെ ഉള്ളിലൊക്കെ കുത്തായിട്ട് ആ ഇലക്ക് എന്തോ കേടുള്ള പോലെ നല്ല പച്ച ഇതുണ്ടാവുകയും ചെയ്യും. നിക്കണ കാണുമ്പോ കുഴപ്പമൊന്നും തോന്നില്ല. പൊട്ടിച്ചു വരുമ്പോ എല്ലാം കുത്താ. അപ്പൊ നമുക്കത് ഉപയോഗിക്കാൻ ധൈര്യം കിട്ടില്ല. അത് കാര്യം ചെയ്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി പഴങ്കഞ്ഞി വെള്ളത്തില് കലക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കാന്ന് വെച്ചാൽ തളിച്ചും കൂടി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇടയ്ക്കിടയ്ക്കൊക്കെ അത് രണ്ടും നമുക്ക് ദോഷമില്ലല്ലോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നല്ലത്. അത് ഡൈല്യൂട്ട് ചെയ്യണം. ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൊടുക്കരുത്. അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത്. പിന്നെ പാൽക്കായം അപ്പക്കാരം ഒക്കെ ചേർത്തിട്ട് ചെയ്യണം മിക്സ് പറഞ്ഞില്ലേ? മഞ്ഞൾപ്പൊടി പാൽക്കായം അപ്പക്കാരം ഇതെല്ലാം ഒരുമിച്ചാണ് ചേർക്കേണ്ടത് അല്ലെ? അതായത് അപ്പക്കാരം 2 ഗ്രാം അപ്പക്കാരം 2 ഗ്രാം ഇതെല്ലാം 2:2:2:2. വേപ്പെണ്ണ അപ്പക്കാരം മറ്റേ ഇത് സോപ്പ് മഞ്ഞൾപ്പൊടിയും പറഞ്ഞു. പലതരത്തിൽ നമുക്ക് പല സാധനങ്ങളും പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി അപ്പക്കാരം 5:1 അതാണോ മാഡം ഉദ്ദേശിച്ചത്? അത് അതിന്റെ കൂടെ അങ്ങനെ വേണമെങ്കിൽ പാൽക്കായും ഉപയോഗിക്കാന്ന് പറഞ്ഞു. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചീരയിലകത്തേക്ക് ഇലകരിച്ചില് പോലെയുള്ള രോഗങ്ങൾ, അതായത് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ജൈവിക നിയന്ത്രണ രീതികള് ഒരേ തരം തന്നെ വേണമെന്നില്ല. നിങ്ങൾക്കിപ്പം ഒരേ കാര്യം തന്നെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇപ്പൊ ഏത് സാധനത്തിന്റെ കൂടെ നമ്മൾ ഈ വെളുത്തുള്ളി അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല ഈ വേപ്പധിഷ്ഠിതമായ വേപ്പിന്റെ ഇല, വേപ്പിന്റെ സത്ത്, കുരു സത്ത്, അതുപോലെ വേപ്പിന്റെ പിണ്ണാക്ക്, അതുപോലെ വേപ്പെണ്ണ, ഇതെല്ലാ സാധനവും ഇത് കീടങ്ങളെ നിയന്ത്രിക്കുന്ന സാധനങ്ങളാണ്. അതോടൊപ്പം തന്നെ മഞ്ഞൾ ഒരു പരിധി വരെ ഉറുമ്പ് പോലുള്ള ഈ അപ്പക്കാരം എന്ന് പറഞ്ഞ നമുക്ക് വേറൊരു ബോറാക്സ് എന്നും പറഞ്ഞില്ല അല്ലെ, ബോറിക് ആസിഡ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ബോറിക് ആസിഡ് കേട്ടിട്ടുണ്ടോ? ഈ ബോറിക് ആസിഡും അത് വിഷമൊന്നുമല്ല, നമുക്ക് വേണേൽ കഴിക്കാം, അത് അപകടമൊന്നുമുള്ളത്. ഈ ബോറിക് ആസിഡും നമ്മുടെ പഞ്ചസാരയില്ലേ, പഞ്ചസാര, അത് രണ്ടും കൂടി പഞ്ചസാര പൊടിക്കണം. അത് ഈ ബോറിക് ആസിഡ് ഇപ്പോൾ 1 സ്പൂൺ ബോറിക് ആസിഡ് ഇടുവാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരപ്പൊടി ഇടണം. ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ചെടികളുടെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഇട്ടാൽ ഉറുമ്പ് വരത്തില്ല, ഉറുമ്പ് ചത്തുപോകും. വളരെ എഫക്റ്റീവാണ്.
അതോടൊപ്പം തന്നെ വിനാഗിരി നല്ല വിനാഗിരി ഇല്ലേ? വിനാഗിരിയും നമ്മള് ഇപ്പൊ 20 ml വിനാഗിരി, അതിനകത്തേക്ക് ഒരു 5 ml ഡിഷ് വാഷ്, അതിനോടൊപ്പം തന്നെ 1 ലിറ്റർ വെള്ളം, ഇത് ചെയ്തിട്ട് ഇങ്ങനെ ചെടികളിൽ സ്പ്രേ ചെയ്തെടുത്താല് ശരിക്കും പറഞ്ഞാൽ ഉറുമ്പും പല ഉപദ്രവങ്ങൾ ചെയ്യുന്നു. ഉറുമ്പുകള് പല രോഗങ്ങൾ പരത്തുന്നു. ഈ ഫംഗസ് രോഗങ്ങൾ പലതും പരത്തുന്നത് ഈ ഉറുമ്പുകളാണ്. ഈ വിനാഗിരി 20 ml കൂടെ 1 സ്പൂൺ ഡിഷ് വാഷ്. അതെ, 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളം. അത് ഈ പാലക്കിന്റെ ഇല പുഴുക്കൾക്കും നല്ലതാ കേട്ടോ, പുഴുക്കൾക്കും നല്ല. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് തന്നെ കുറച്ച് പാൽക്കായം കൂടി ഇട്ടാൽ മതി. ഒരു 3 ഗ്രാം തൊട്ട് 5 ഗ്രാം വരെയുള്ള പാൽക്കായം കൂടി ഇട്ടാൽ ഈ ഇലകളിലേക്ക് ഇങ്ങനെ തരം പുഴുക്കളുണ്ട്, അതെല്ലാം പോകും. അത് പാലക്കിന്റെ ഇല ചുരുണ്ട് വരണേന് അത് സ്പ്രേ ചെയ്താ പറ്റുമോ? പാലക്കിന്റെ ഇലയുടെ അകത്ത് പുഴുക്കൾ ഉള്ളതാണ്. 2 തരത്തിലുള്ള, അതായത് എല്ലാ സാധനവും നമ്മൾ കണ്ടാലേ പറയുള്ളൂ. അതായത് ഫംഗസ് മൂലം ചുരുള, അതോടൊപ്പം തന്നെ ഇലപ്പേൻ മൂലം ചുരുള. ഇലപ്പേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലപ്പേൻ അത് കുടിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് കപ്പ് രൂപത്തിലാണ് വരുന്നത്, ഇങ്ങനെ ഇങ്ങനെ മനസ്സിലായോ? ഫംഗസ് ഉണ്ട്, ഫംഗസ് കൊണ്ട് ചുരുള. പിന്നെ ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ചുരുള. പിന്നെ അങ്ങനെ നമുക്ക് ഇത് ശരിക്കും പിന്നെ ഇതിന്റെ അകത്ത് വേറെ തരം കീടങ്ങൾ ഇരുന്നിട്ട് ചുരുള. അങ്ങനെ നമ്മളിപ്പോ ഒരു സാധനം തന്നെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കണ്ടാലോ, അതായത് ഇതൊക്കെ ശരിയായിട്ടുള്ള ഒബ്സർവേഷനിലൂടെ നിങ്ങൾ അടുത്ത് ചെന്ന് നോക്കി അതെന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഇന്നതാന്ന് ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. വെളുത്തുള്ളി മിക്സ് തളിച്ചതായിരുന്നു, വെളുത്തുള്ളിയുടെ പറഞ്ഞല്ലേ, അത് ചെയ്തതായിരുന്നു. അതിനുശേഷം ഈ ഇല ഇങ്ങനെ 2 ഭാഗത്തുനിന്നും മടങ്ങി എന്ത് ചുരുണ്ട് വരാൻ വാടി വെക്കണ പോലെ. വെളുത്തുള്ളിയൊക്കെ അധികം ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതില്ലേ മണ്ണെണ്ണ, അത് നമ്മൾ കറക്റ്റ് നോക്കണം. 3 ml, അതിൽ കൂടാൻ പാടില്ല, കൂടിയാ നാശി. 3 ml മണ്ണെണ്ണ, അതോടൊപ്പം തന്നെ ഈ ഒരു 5 ml ഡിഷ് വാഷ്, അത് രണ്ടും കൂടി. 3 ml കൂടിയാൽ ഭയങ്കര പ്രശ്നം. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് അതിൻ്റെ അകത്തുള്ള നമ്മളത് ഭക്ഷണം ഉടനെ തിന്നുന്ന രീതിയിലുള്ള സാധനത്തിലൊന്നും ചെയ്ത് ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ, അത് വെച്ചാൽ മണ്ണെണ്ണ ചോവരും. നമ്മളിപ്പം കരിവേപ്പിനോ അതുപോലത്തെ ഒന്നിനും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കായബലം വരാന്നതിന് മുമ്പുള്ള ഇപ്പൊ ഈ ഇതില്ലേ നാരകമൊക്കെ ചെറുപ്പം കായ ഇല്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ കട്ടി പിടിച്ചിട്ട് ഒരു ഇല ചുരുണ്ട് വരുന്നതൊക്കെ ഇത് ചെയ്യും. അതിന്റെ ഇല ചുരുളാറുണ്ട്. എന്നാ പിന്നെ ഏതായാലും കുറെ സമയമായി. 1.5 മണിക്കൂറായോ? എന്നാ ഇന്നത്തെ എന്തായാലും ഇത്രയും സമയം എനിക്ക് തോന്നുന്നു ഈ ഒരു മീറ്റിംഗ് ഈ ഒരു സമയം റെക്കോർഡിംഗ് കിട്ടുമോ? റെക്കോർഡിംഗ് എൽസി മാം നോക്കാം, അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്ത ആളുകളൊക്കെ മീറ്റിംഗ് കഴിയുന്നത് വരെ ഇതിൽ തന്നെ ഇരുന്നിട്ടുണ്ട്, ആരും ഇറങ്ങി പോയിട്ടില്ല, എല്ലാവരും സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. വലിയ സന്തോഷം. അപ്പോ വലിയൊരു ജൈവ സമൂഹം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജോയിൻ ആയിട്ടുള്ള ഓരോ കർഷകർക്കും നമ്മുടെ ഫ്രാഞ്ചൈസി ഓണേഴ്സിനും നമ്മുടെ DC-മാർക്കും എല്ലാവർക്കും നല്ലൊരു നന്ദി പറയുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി കാണാം. താങ്ക് യു എൽസി മാം. താങ്ക് യു വെരി മച്ച്. പറഞ്ഞു തന്ന എൽസി മാമിനും താങ്ക്സ്. താങ്ക് യു മാം. മാമിന്റെ പേരൊന്ന് പറയൂ. നന്ദിനി. ഞാൻ വല്ലപ്പോഴേ കയറാറുള്ളൂ. ഓക്കെ ഇതുപോലെയൊക്കെയുള്ള മീറ്റിംഗ്